ഗ്യാസ് ലോസ് ആൻഡ് മോൾ കോൺസെപ്റ്റ്. പേര് കേൾക്കുമ്പോൾ തന്നെ പലർക്കും പേടി വരുന്ന ഒരു ചാപ്റ്റർ. ഇന്നൊരൊറ്റ ക്ലാസ് കൊണ്ട് നമ്മൾ ഈ ഒരു ചാപ്റ്റർ വളരെ മനോഹരമായിട്ട് പഠിച്ചു തീർക്കാനായിട്ട് പോവുകയാണ്. ക്ലാസ്സിൻ്റെ പകുതിക്ക് ശേഷം നമ്മൾ ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നതായിരിക്കും. അതായത് ഇതുവരെ നമ്മുടെ മോഡൽ എക്സാം, ടേം 2 എക്സാം, അതുപോലെ തന്നെ മോഡൽ എക്സാമിൻ്റെ എക്സാമ്പിൾസിന് അല്ലെങ്കിൽ നമുക്കൊരു 3 സെറ്റ് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിനകത്തൊക്കെ വന്നിട്ടുള്ള ഗ്യാസ് ലോസ് ആൻഡ് മോൾ കോൺസെപ്റ്റ് ചാപ്റ്ററിൽ നിന്നുള്ള സകല ചോദ്യങ്ങൾ നമ്മൾ ഇന്നത്തോടു കൂടി എന്ത് ചെയ്യും, ഓരോന്നായിട്ട് സമയമെടുത്ത് ചെയ്ത് പഠിക്കുന്നതായിരിക്കും. സോ ക്ലാസ്സിൻ്റെ ലെങ്ത് അല്പം കൂടിയെന്ന് വരാം. എന്ത് ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ ഫുള്ളിരുന്ന് കാണുക. കാരണം നമ്മൾ ആദ്യം ഈ പറഞ്ഞ കോൺസെപ്റ്റുകൾ ഒന്ന് വ്യക്തമായി പഠിച്ചിട്ട് നമ്മൾ ചോദ്യം ചെയ്യും. അതാണല്ലോ ആവശ്യം. ഇവിടെ കോൺസെപ്റ്റുകൾക്കാണ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. നമ്മൾ മറ്റേതൊരു കെമിസ്ട്രി ചാപ്റ്ററിനെ വെച്ച് നോക്കിയാലും കണ്ടന്റ് വൈസ് വളരെ കുറവാണ് എന്ത് ഗ്യാസ് ലോസിനകത്ത്. പക്ഷേ അതിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ പലപ്പോഴും കുട്ടികൾക്ക് ബുദ്ധിമുട്ട് നേരിടാറുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രധാന പ്രശ്നം ആ കോൺസെപ്റ്റുകൾ പിടികിട്ടാത്തതിൻ്റെയാണ്. ഞാൻ എൻ്റെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിന്ന് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാനായിട്ട് ശ്രമിക്കാം. സോ നമുക്ക് എന്ത് ചെയ്യാം, സമയം കളയാതെ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും, ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും, ഷെയർ ചെയ്യാനും, കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട. നിങ്ങളുടെ ഈ പറയുന്ന കമൻറ്റൊക്കെ കാണുമ്പോഴായിരിക്കും നമുക്ക് കൂടുതൽ ക്ലാസ്സുകൾ ഇടാം. എന്തോ കാരണം ഗ്യാസിലോടെ ക്ലാസ് വേണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ മിക്ക ക്ലാസ്സുകളുടെ വീഡിയോസിനകത്തും അല്ലെങ്കിൽ ഈ കമൻറ്റ് ബോക്സിനകത്തും എന്ത് ചെയ്യാറുണ്ട്, ചിലരൊക്കെ പറയാറുണ്ട്, മെസ്സേജും അയക്കാറുണ്ട്. എന്നാൽ പിന്നെ എന്ത് ചെയ്യാമെന്ന് വിചാരിച്ചു, നേരെ നമുക്ക് ഗ്യാസ് ലോസിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. തുടങ്ങാമല്ലോ. ഫസ്റ്റ് പോയിന്റ്, വൈ ഗ്യാസ് ലോസ്? സോളിഡ് ലോ എന്നൊരു സാധനം നമ്മൾ പഠിച്ചിട്ടില്ല, ലിക്വിഡ് ലോയും പഠിച്ചിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഈ ഗ്യാസ് ലോ എന്ന് പറഞ്ഞൊരു സാധനം പ്രത്യേകിച്ച് പഠിക്കുന്നത്? അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഗ്യാസിൻ്റെ പ്രോപ്പർട്ടീസിനകത്താണ്. നമ്മുടെ ചാപ്റ്ററിൽ ആദ്യം പഠിക്കുന്നത് തന്നെയാണ്. ഈ ഗ്യാസ് എന്ന് പറയുന്ന വസ്തുവിന് എന്തില്ല, ഒരു പ്രത്യേക ഷേപ്പില്ല, അല്ലെ ഒരു പ്രത്യേക വോളിയവും ഇല്ല. നമ്മൾ ഏത് കണ്ടെയ്നറിനകത്ത് കൊണ്ടുവയ്ക്കുന്നു ആ കണ്ടെയ്നറിനകത്ത് ഇതെന്ത് ചെയ്യും, മൊത്തം സ്പേസും ഒക്കുപ്പൈ ചെയ്തിരിക്കും. കാരണം എന്താണ്, ഗ്യാസ് എന്ന് പറയുന്നത് ഒരു പ്രത്യേകതയുള്ള വസ്തുവാണ്. അല്ലെ, സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൽ സോളിഡിനും ലിക്വിഡിനും അല്ലാത്ത കുറേ പ്രത്യേകതകൾ ആർക്കുണ്ട്, ഗ്യാസിന്. അപ്പോൾ അങ്ങനെയുള്ള ഗ്യാസിൻ്റെ പ്രത്യേകതകളെ പറ്റി പറഞ്ഞ തിയറിയാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്, കൈനറ്റിക് മോളിക്കുലാർ തിയറി. ഭാഗ്യവശാൽ ഇതുവരെ ഇവിടെ നിന്ന് ഒരു ചോദ്യം പോലും ചോദിച്ചു കണ്ടിട്ടില്ല എന്നും പറഞ്ഞ് ഇനി ഫൈനൽ എക്സാമിന് ചോദിക്കില്ല എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. കൈനറ്റിക് മോളിക്കുലാർ തിയറി പ്രപ്പോസ്ഡ് ബൈ മാക്സ്വെൽ ആൻഡ് ബോൾസ്മാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഗ്യാസ് എന്ന് പറയുന്ന വസ്തു നിർമ്മിച്ചിട്ടുള്ളത് വളരെ ചെറിയ പാർട്ടിക്കിൾസ് കൊണ്ടാണ്. ഈ പാർട്ടിക്കിൾസുകൾക്കിടയിൽ പരസ്പരം അട്രാക്ഷൻ എന്ന് പറയുന്നത് വളരെയധികം കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്ത് ചെയ്യാം, ഫ്രീ ആയിട്ട് എങ്ങോട്ട് വേണമെങ്കിലും മൂവ് ചെയ്യാം. അതുകൊണ്ടാണ് നമ്മൾ ഒരു ചെറിയ കണ്ടെയ്നറിനകത്ത് വെക്കുമ്പോൾ കണ്ടെയ്നർ തടഞ്ഞു നിർത്തുന്നത് കൊണ്ട് അവർ അടുത്തടുത്ത് നിൽക്കുന്നു എന്നേ ഉള്ളൂ. ഇതേ സാധനത്തിനെ നമ്മൾ ഒരു വലിയ കണ്ടെയ്നറിലോട്ട് ആക്കുന്ന സമയത്ത് ഇവിടെ എന്താണ്, അട്രാക്ഷൻ കുറവല്ലേ. അപ്പോൾ പാർട്ടിക്കിൾസിന് എത്ര ദൂരം വേണമെങ്കിലും പോയി ദൂരെ മാറി നിൽക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഈ പറയുന്ന കൈനറ്റിക് മോളിക്കുലാർ തിയറിയിൽ ഗ്യാസുകൾ നിർമ്മിച്ചിട്ടുള്ളത് വളരെയധികം സ്മോൾ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് വെച്ചിട്ടാണ്. ഓക്കെ, സ്മോൾ പാർട്ടിക്കിൾസ് ആണ്. ഓക്കെ, സ്മോൾ എന്ന് പറഞ്ഞാലും പറ്റത്തില്ല, വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മൈന്യൂട്ട് എന്ന് പറയാം. അത്രയധികം ചെറിയ പാർട്ടിക്കിൾസ് കൊണ്ടാണ് ഗ്യാസുകൾ എന്ത് ചെയ്തിട്ടുള്ളത്, നിർമ്മിച്ചിട്ടുള്ളത്. ഇവർക്കിടയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് വളരെയധികം വീക്കാണ്. അതുകൊണ്ട് തന്നെ പാർട്ടിക്കിൾസിന് എത്ര ദൂരം വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, സഞ്ചരിക്കാനായിട്ട് പറ്റും. ഈ പറയുന്ന പാർട്ടിക്കിൾസിന് പ്രത്യേകിച്ച് ഒരു വോളിയം ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്തായിരിക്കും, അവർ വളരെ ദൂരെ ആയിരിക്കും ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ഇവരുടെ വോളിയം എന്ന് പറയുന്നത്, ആരുടെ വോളിയം, ഈ പറഞ്ഞ മൈന്യൂട്ട് പാർട്ടിക്കിൾസിൻ്റെ വോളിയം എന്ന് പറയുന്നത്, വളരെയധികം ചെറുതാണ് ആരുമായിട്ട് നോക്കുമ്പോൾ, ഗ്യാസ് മൊത്തത്തിലിരിക്കുന്ന വോളിയമായിട്ട് നോക്കുമ്പോൾ. സോ ഈ പറഞ്ഞ പാത്രമാണ് ഗ്യാസിൻ്റെ മൊത്തം വോളിയം എന്ന് നമ്മൾ കരുതുകയാണെങ്കിൽ, ഈ വോളിയത്തിനെ അപേക്ഷിച്ച് ഇതിനകത്ത് കാണുന്ന ഈ കുഞ്ഞു ഡോട്ടുകളുണ്ടല്ലോ, അതിൻ്റെ വോളിയം എന്ന് പറയുന്നത് വളരെയധികം ചെറുതാണ്. മാത്രമല്ല 4, ഈ പറഞ്ഞ പാർട്ടിക്കിൾസ് അടങ്ങി ഒതുങ്ങിയവരുടെ തിരിക്കുകയല്ല ചെയ്യുന്നത്, അവർ റാൻഡമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇരിക്കുന്നത്. അതായത് ഈ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, അവർ റാൻഡം മോഷനിലായിരിക്കും. അതുകൊണ്ട് തന്നെ അവർ പരസ്പരം എന്ത് ചെയ്യാറുണ്ട്, കൊളൈഡ് ചെയ്യാറുണ്ട്. പക്ഷേ ഈ കൊളീഷൻ എന്ന് പറയുന്നത് എന്താണ്, അത് ഇലാസ്റ്റിക് കൊളീഷനാണ്. എന്ന് വെച്ചാൽ പരസ്പരം മൂവ് ചെയ്യുന്ന ഈ പറയുന്ന പാർട്ടിക്കിൾസ് പരസ്പരം കൂട്ടിയിടിച്ചെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, ഇവർക്ക് എനർജി നഷ്ടപ്പെടത്തുമില്ല, ഇവർക്ക് എനർജി എന്ത് ചെയ്യത്തില്ല, കിട്ടത്തുമില്ല. ഓക്കെ, നഷ്ടപ്പെടത്തുമില്ല, കിട്ടത്തുമില്ല. അടുത്ത പോയിന്റ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ മൂവ് ചെയ്യുകയാണല്ലോ, മൂവ് ചെയ്യുമ്പോൾ അവർക്ക് എന്തുണ്ട്, കൈനറ്റിക് എനർജി ഉണ്ടല്ലോ. ഈ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്, അവിടുത്തെ ടെമ്പറേച്ചറിന് ഈക്വലാണ്. ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് അവരുടെ കൈനറ്റിക് എനർജി എന്ത് ചെയ്യും, കൂടിക്കൊണ്ടേയിരിക്കും. ഇതാണ് കൈനറ്റിക് മോളിക്കുലാർ തിയറിയിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. ചോദിച്ചിട്ടില്ല, ഇനി ചോദിക്കാൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല, എങ്കിലും പഠിച്ചു വയ്ക്കുക. കൈനറ്റിക് മോളിക്കുലാർ തിയറി എന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഗ്യാസിനകത്തുള്ള മോളിക്യൂളുകളുടെ മൂവ്മെന്റുമായി ബന്ധപ്പെട്ട് പറഞ്ഞ തിയറി. കൈനറ്റിക് എന്ന് പറഞ്ഞ മൂവ്മെന്റ് അല്ലേ. അപ്പോൾ എന്താണ്, പാർട്ടിക്കിൾസ് നിർമ്മിച്ചിട്ടുള്ളത് മൈന്യൂട്ട് പാർട്ടിക്കിൾസ്, അല്ലെങ്കിൽ ഗ്യാസിന്റെ
പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് വളരെ മൈന്യൂട്ടാണ്, അവർക്കിടയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറവാണ്, അവർ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്നു. അവർക്ക് വോളിയം എന്ന് പറയുന്നത് മൊത്തം ഗ്യാസിൻ്റെ വോളിയമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ വളരെ ചെറുതാണ്. ഇവരെപ്പോഴും റാൻഡം മോഷനിലായിരിക്കും മൂവ് ചെയ്യുമ്പോൾ. ഇവർ പരസ്പരം എന്ത് ചെയ്യാറുണ്ട്, എന്ന് പരസ്പരം കൊളൈഡ് ചെയ്യാറുണ്ട്. പക്ഷേ കൊളീഷൻ എന്ന് പറയുന്നത് ഇലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ പേടിക്കേണ്ട, അവർക്കിടെ എനർജി നഷ്ടമൊന്നും ഉണ്ടാവത്തില്ല. കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ടെമ്പറേച്ചർ അനുസരിച്ച് കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യും. മിനിമം ഈ ഒരു 6 പോയിന്റെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, ഓർത്ത് വയ്ക്കണം. സെറ്റ്. അപ്പോൾ ഇത് വെച്ചുകൊണ്ടിട്ടാണ് നമ്മൾ അടുത്ത എന്തിലോട്ട് പോകാൻ പോകുന്നത്, നമ്മുടെ ഗ്യാസ് നിയമങ്ങളിലോട്ട് പോകാൻ പോകുന്നത്. എന്താണ് ഗ്യാസ് ലോസ്? ഞാൻ കണ്ടോ എഴുതി വെച്ചേക്കുന്ന, ശ്രദ്ധിച്ചോ. വോളിയം ആണ് ഇവിടുത്തെ എന്തെന്ന് പറയുന്നത്, വില്ലൻ എന്ന് പറയും. ഞാൻ നേരത്തെയും പറഞ്ഞു, ഗ്യാസിന് ഇങ്ങനെ പറയുന്ന ഗ്യാസ് ലോയൊക്കെ ഉണ്ടാക്കിയെടുപ്പിക്കേണ്ട ആവശ്യം വന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഗ്യാസിൻ്റെ വോളിയം എന്ന് പറയുന്നത് എന്തല്ല, ഒരു ഫിക്സഡ് അല്ല, അത് മാറിക്കൊണ്ടേയിരിക്കും. അതായത് നമുക്കറിയാം ഗ്യാസിൻ്റെ വോളിയം എന്ന് പറയുന്നത് പ്രഷറിനനുസരിച്ച്, ടെമ്പറേച്ചറിനനുസരിച്ച്, നമ്പർ ഓഫ് മോൾസിനനുസരിച്ച് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അതായത് വോളിയം കൂടിയാൽ, അല്ലെങ്കിൽ തിരിച്ചു പറയാം അല്ലേ, പ്രഷർ കൂടിയാൽ വോളിയം കുറയും, ടെമ്പറേച്ചർ കൂടിയാൽ വോളിയം കൂടും, നമ്പർ ഓഫ് മോൾസ് കൂടിയാൽ വോളിയം കൂടും. ഇത് ഒരു സമയം കണ്ടുപിടിച്ചതല്ല, ഇത് ഓരോ സയൻറ്റിസ്റ്റുമാർ ഓരോ സമയത്തായിട്ട് കണ്ടുപിടിച്ചതാണ്. അതായത് പ്രഷർ കൂടുമ്പോൾ വോളിയം കൂടും എന്ന് പറഞ്ഞത് ആരാണ്? പാവം ബോയിലാണ്. പാവം ബോയിലാണ് എന്ത് പറഞ്ഞത്, പ്രഷർ കൂടുന്നതിനനുസരിച്ച് വോളിയം കുറയും, അല്ലെങ്കിൽ പ്രഷർ കുറയുന്നതിനനുസരിച്ച് വോളിയം കൂടും. അതായത് ഇവർ തമ്മിൽ എന്താണ്, ഇവർ തമ്മിൽ എപ്പോഴും എന്താണ്, ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ എന്ന് പറഞ്ഞത് ബോയിൽസ് ലോ. അതാണ് ഒന്നാമത്തെ ഗ്യാസ്. രണ്ടാമത് പറഞ്ഞത് എന്താണ്, ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് വോളിയം കൂടും. അതാരാ പറഞ്ഞത്? അത് പറഞ്ഞതാണ് ചാൾസ് ലോ എന്ന് പറഞ്ഞത്. അപ്പോൾ ഒന്ന് കൂടുമ്പോൾ മറ്റൊന്ന് കൂടുമെങ്കിൽ നമ്മളതിന് എന്ത് പറയും? നമ്മളതിനെ പറയുന്നത് ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ എന്നാണ്. എന്നാൽ മൂന്നാമത് വരുന്നതാണ് എന്ത്, അവഗാഡ്രോസ് ലോ. നിങ്ങൾക്ക് ആർക്കും ഈ പറഞ്ഞ പേര് അത്ര ഇഷ്ടമില്ലെന്ന് എനിക്കറിയാം, മോൾ കോൺസെപ്റ്റ് പഠിച്ചതിന് ശേഷം. നമ്പർ ഓഫ് മോൾസ് കൂടുന്നതിനനുസരിച്ച് വോളിയം കൂടും. അപ്പോൾ ഇവിടെയും എന്ത് തന്നെയാണ്, ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ എന്നാണ് പറഞ്ഞത്. ഇതാണ് 3 ഗ്യാസ് നിയമങ്ങൾ എന്ന് പറയുന്നത്. ഇതല്ലാതെ നിങ്ങൾ വേറെ എന്ത് പഠിച്ചു? കമ്പൈൻഡ് ഗ്യാസ് ലോയും പഠിച്ചു, അതുപോലെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷനും പഠിച്ചു. കമ്പൈൻഡ് ഗ്യാസ് ലോയിൽ പറഞ്ഞത് എന്താ, P1 V1 by T1 is equal to എന്താണ്, P2 V2 by T2 എന്നാണ്. ചോദ്യം ചിലപ്പോൾ വരാം. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്താണ്, PV is equal to nRT എന്നാണ്. ഇതാണ് നമ്മൾ പഠിച്ച ഈ പറഞ്ഞ ഗ്യാസ് നിയമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ച ഇക്വേഷൻസ് എന്ന് പറയും. അപ്പോൾ ഒന്നും കൂടെ, ബോയില്, ചാൾസ്, അവഗാഡ്രോ. ബോയില്, ചാൾസ്, അവഗാഡ്രോ അല്ലേ, ABC. അവഗാഡ്രോ, ബോയില്, ചാൾസ്. ഓർത്ത് വയ്ക്കാമല്ലോ. അവഗാഡ്രോ, ബോയില്, ചാൾസ്. അവഗാഡ്രോ പറഞ്ഞത് നമ്പർ ഓഫ് മോൾസിനെ പറ്റി, ബോയില് പറഞ്ഞത് പ്രഷറിനെ പറ്റി, ചാൾസ് പറഞ്ഞത് ടെമ്പറേച്ചറിനെ പറ്റി. NPT എന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ വേണമെങ്കിൽ ഗ്യാസ് ലോ നിങ്ങൾക്ക് ഇങ്ങനെ ഓർത്ത് വയ്ക്കാം. ഏതാണ്? ABC is equal to NPT. ABC is equal to NPT. അവഗാഡ്രോ പറഞ്ഞത് എല്ലാം വോളിയത്തിനെ പറ്റിയാണല്ലോ. അപ്പോൾ അവഗാഡ്രോ പറഞ്ഞത് വോളിയവും നമ്പർ ഓഫ് മോൾസും തമ്മിലുള്ള റിലേഷനെ പറ്റി. ബോയില് പറഞ്ഞത് പ്രഷറും വോളിയവും തമ്മിലുള്ള റിലേഷനെ പറ്റി. ചാൾസ് പറഞ്ഞത് ടെമ്പറേച്ചറും വോളിയവും തമ്മിലുള്ള റിലേഷനെ പറ്റി. ക്യാപിറ്റൽ T. ഇനി ഇവിടെ ഒറ്റ കാര്യമേ ഉള്ളൂ, നടുക്കുള്ളത് മാത്രം ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ, ബാക്കി രണ്ടും എന്താണ്, ഡയറക്ട്ലി പ്രപ്പോർഷണൽ. ഓക്കെ, ബാക്കി രണ്ടും എന്താണ്, ഡയറക്ട്ലി പ്രപ്പോർഷണൽ. ഇതാണ് ഗ്യാസ് നിയമങ്ങൾ എന്ന് പറയുന്നത്. പഠിച്ചല്ലോ. ചോദ്യം ഉറപ്പാണ്. ലോസ് ഡിഫൈൻ ചെയ്യാനും ചോദിക്കും, ലോസിന്റെ ഗ്രാഫിന്നും ചോദിക്കും, ഗ്യാസിന്റെ റിലേഷൻ വെച്ചിട്ടുള്ള പ്രോബ്ലവും ചോദിക്കും. സോ നമുക്കത് കുറച്ചുകൂടി എടുത്ത് പഠിക്കേണ്ട ആവശ്യം ഉണ്ട്. തുടങ്ങാമല്ലോ. ആദ്യം പറയുന്നു ബോയിൽ നിയമം. അപ്പോൾ ബോയിൽസ് ലോയിൽ എന്താ പറഞ്ഞത്? അപ്പോൾ ഒരു ഗ്യാസിനെ സംബന്ധിച്ചിടത്തോളം മാറിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ ആരൊക്കെയാണ്? നമുക്കറിയാം, പ്രഷറിനും ടെമ്പറേച്ചറിനും അതുപോലെ നമ്പർ ഓഫ് മോൾസിനും അനുസരിച്ച് എന്ത് ചെയ്യും, വോളിയം മാറിക്കൊണ്ടേയിരിക്കും. തൽക്കാലം നമ്പർ ഓഫ് മോൾസിനെ വിടാം. ബോയിൽ നിയമം പറഞ്ഞത് എന്തിനെ പറ്റിയിട്ടാണ്? ബോയിൽ നിയമം ഓർത്ത് വയ്ക്കാം. എന്താണ്? പാവം ബോയിൽ, പാവം ബോയിൽ അല്ലേ, പാവം ബോയിൽ. അപ്പോൾ പ്രഷർ വോളിയം റിലേഷൻ. അപ്പോൾ നമുക്കറിയാം പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു വോളിയം എന്ന് പറഞ്ഞാൽ തെറ്റിപ്പോകും. പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു 1 by വോളിയം എന്ന് പറഞ്ഞാൽ ശരിയാണ്. അതായത് പ്രഷർ ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു വോളിയം പ്രൊവൈഡഡ് അവിടെ എന്ത് കോൺസ്റ്റന്റ് ആയിരിക്കണം, ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്തായിരിക്കണം, അതൊരു കോൺസ്റ്റന്റ് ആയിരിക്കണം. അപ്പോൾ ടെമ്പറേച്ചറിന് മാറ്റമൊന്നും ഇല്ലെങ്കിൽ ഒരു ഗ്യാസിന്റെ പ്രഷർ കൂടുന്നതിനനുസരിച്ച് അതിന്റെ വോളിയം കുറയും. സിറിഞ്ചിന്റെ എക്സ്പെരിമെന്റ് ആണ് നമ്മളിവിടെ പഠിച്ചത്. നമുക്കറിയാം സിറിഞ്ച് പ്രസ് ചെയ്യുന്നതനുസരിച്ച് വോളിയം കുറയുന്നു അല്ലേ, അതനുസരിച്ച് പ്രഷർ എന്ത് ചെയ്യുന്നു, കൂടുന്നു. തിരിച്ചും പറയും, പ്രഷർ കൂടുന്നതിനനുസരിച്ച് വോളിയം കൂടുന്നു. അപ്പോൾ ഇതാണ് P ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു 1 by. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ പറയുന്ന P into V is equal to a constant എന്നും പറയാം. അപ്പോൾ ബോയിൽ നിയമത്തിൻ്റെ ഒരു ചോദ്യം വന്നാൽ നമുക്ക് ഉത്തരം എഴുതാൻ അറിയില്ലെങ്കിലും ഇത്രയെങ്കിലും എഴുതി വെക്കണം. ഓക്കെ, ഇത്രയെങ്കിലും എഴുതി വെക്കണം. അതായത് P is equal to 1 by V എന്നോ അല്ലെങ്കിൽ PV is equal to a constant എന്നോ നിങ്ങൾ എന്ത് ചെയ്യണം, എഴുതാൻ പഠിക്കണം.
അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും എന്താണ് P1V1 എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ് P2V2വിന് ഈക്വലാണ്. അപ്പോൾ 3 ഇക്വേഷൻസ് ആണ് നമ്മൾ ഇവിടെ നിന്ന് പഠിച്ചു വെക്കേണ്ടത്. എന്തൊക്കെയാണെന്ന് ഒന്ന് P is directly proportional to 1/V, PV is equal to a constant, P1V1 is equal to P2V2. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഓർത്ത് വയ്ക്കേണ്ടതാണ് ഈ പറയുന്ന P1V1 is equal to P2V2. ഇനി ഇതിൻ്റെ ഗ്രാഫ് ഒന്ന് നോക്കാം. ഒന്ന് കൂടുമ്പോൾ മറ്റൊന്ന് കുറയും. അപ്പോൾ ഒന്ന് കൂടുമ്പോൾ മറ്റൊന്ന് കുറയും. അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ ഗ്രാഫ് അല്ല എന്നറിയാം. പിന്നെ എങ്ങനത്തെ ഗ്രാഫ്? ഇതാ ഇങ്ങനത്തെ ഒരു ഗ്രാഫാണ് എന്തിനകത്ത് വരുന്നത്, ബോയിൽ നിയമത്തിൽ വരുന്നത്. അപ്പോൾ അപ്പോഴും PV ഗ്രാഫ് എന്നല്ലേ പറയുന്നത്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും, വോളിയം ആയിരിക്കും. ഇവിടെ എന്തായിരിക്കും, പ്രഷർ ആയിരിക്കും. ഇവിടെ എന്തായിരിക്കും, പ്രഷർ ആയിരിക്കും. ഇവിടെ എന്തായിരിക്കും, വോളിയം ആയിരിക്കും. അപ്പോൾ പ്രഷർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക്കിലായിരിക്കും തന്നിരിക്കുന്നത്. വോളിയം എന്ന് പറയുന്നത് എന്തിലായിരിക്കും, ലിറ്ററിലും ആയിരിക്കും. സെറ്റ് അല്ലേ? അപ്പോൾ P ഇതാണ് ഗ്രാഫ് എന്ന് പറയുന്നത്. അതായത് ഈ പോയിന്റിൽ എടുത്താൽ V ഇൻറ്റു പിയും ഈ പോയിന്റിൽ എടുത്താൽ V ഇൻറ്റു പിയും ഒക്കെ എടുത്താലും വാല്യൂ എന്തായിരിക്കും, സെയിം ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ മോഡൽ എക്സാമിൽ ഒന്നാമത്തെ ചോദ്യത്തിൽ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് തന്നത്. ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യും കുറച്ച് കഴിയുമ്പോൾ. ഇത്രയും കാര്യങ്ങളെങ്കിലും പഠിച്ചിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കും. ഒന്നുകൂടെ എൻ്റെ ഒപ്പം പറഞ്ഞേ. ബോയിൽ നിയമം എന്തിനെ പറ്റി പറയുന്നു, താപം ബോയിൽ. പ്രഷറിനെയും വോളിയത്തെയും പറ്റി പറയുന്നു. പ്രഷർ കൂടുമ്പോൾ വോളിയം കുറയുന്നു. മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. നമ്മൾ ഏതൊരു വസ്തുവിനെയും പ്രഷർ നമ്മൾ കൊടുക്കുമ്പോൾ അത് ചുരുങ്ങുകയാണ് ചെയ്യുന്നത്, വോളിയം കുറയുകയാണ് ചെയ്യുന്നത്. ഒരു ചെറിയ ബലൂൺ എടുത്തിട്ട് നമ്മൾ അതിൽ പ്രഷർ കൊടുക്കുമ്പോഴത്തേക്കും ബലൂൺ കംപ്രസ് ആവും. കുറച്ച് കഴിയുമ്പോൾ പ്രഷർ താങ്ങാൻ പറ്റാതെയാണ് ബലൂൺ പൊട്ടിപ്പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾസ് എടുത്ത് ചോദിക്കും, റിയൽ ലൈഫ് എക്സാമ്പിൾസ്. ബോയിൽ നിയമത്തിൻ്റെ റിയൽ ലൈഫ് എക്സാമ്പിൾ പറയുന്നതിന് മുന്നേ ഒന്നും കൂടെ, ബോയിൽ നിയമത്തിലെ ഇക്വേഷൻസ് ഏതൊക്കെയാണ്? P1 ഏറ്റവും ഇമ്പോർട്ടൻ്റ് നിങ്ങൾ പഠിച്ചു വയ്ക്കേണ്ടത് ഏതാണ്? P1V1 ഇസ് ഈക്വൽ ടു എന്താണ്, P2V2. P1V1 ഇസ് ഈക്വൽ ടു എന്താണ്, P2V2. അല്ലെങ്കിൽ നമുക്ക് പറയാം എന്താണ്, PV ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. P ഇൻറ്റു V എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഒരു ഗ്രാഫ് വന്നിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ ഇതാ ഈ കാണുന്ന ഭാഗം, അതായത് ഇത്രയും ഭാഗം പ്ലസ് ഈ കാണുന്ന ഭാഗത്തിന് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതും ഇതാ ഈ ഭാഗവും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതും വാല്യൂസ് ഒക്കെ എപ്പോഴും സെയിം ആയി. ഇനി എൻ്റെ റിയൽ ലൈഫ് ആപ്ലിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് എന്തായിരിക്കും, ഫിഷ് ടാങ്കിൽ നിന്ന് ബബിൾസ് താഴെ നിന്ന് മുകളിലോട്ട് വരുമ്പോൾ അതിൻ്റെ വലിപ്പം കൂടി വരുന്നത് കണ്ടിട്ടുണ്ട്. അതെന്ത് കാരണം? ബോയിൽ നിയമം കാരണം. ഈ പറയുന്ന നമ്മുടെ വെതർ ബലൂൺസ് മുകളിലോട്ട് പോകുമ്പോൾ വലുതാവുന്നതിൻ്റെ കാരണം, അല്ലെങ്കിൽ മുകളിലോട്ട് പോകുന്നതിൻ്റെ കാരണം എന്താണ്? ബോയിൽ നിയമം. 2 എക്സാമ്പിൾസ് പഠിച്ചാൽ മതി. ഒന്ന് ഫിഷ് ടാങ്കിലെ ബബിൾസും മറ്റൊന്ന് വെതർ ബലൂൺ. ഓക്കെ അല്ലേ? അടുത്ത് വരുന്നതാണ് ചാൾസ് ലോ. എന്താണ് ചാൾസ് ലോ പറഞ്ഞത്? ചാൾസ് ലോ പറഞ്ഞപ്പോഴത്തേക്കും നമ്മൾ അവിടെയും നമുക്ക് പ്രഷർ, ടെമ്പറേച്ചർ, വോളിയം അല്ലേ, PVT 4 ചോദിച്ചാൽ മതി. അതിൽ ടെമ്പറേച്ചറിനെയും വോളിയത്തെയും പറ്റിയാണ് ചാൾസ് നിയമത്തിൽ പറഞ്ഞത്. അതായത് ചാൾസ് നിയമം പറഞ്ഞത് ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് വോളിയവും കൂടും. ടെമ്പറേച്ചർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം പ്രൊവൈഡഡ് അവിടുത്തെ പ്രഷർ എന്ന് പറയുന്നത് എന്തായിരിക്കണം? അതൊരു കോൺസ്റ്റന്റ് ആയിരിക്കണം. അപ്പോൾ പ്രഷറിനെ കോൺസ്റ്റന്റ് ആക്കി വെച്ചാൽ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് വോളിയം കൂടും. നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരു ബലൂണിനെ നമ്മൾ വെയിലത്ത് വയ്ക്കുമ്പോൾ പൊട്ടിത്തെറിക്കുന്നത് എന്തുകൊണ്ടാണ്? ബലൂണ് ചൂടായി അത് എക്സ്പാൻഡ് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ ചൂടാകുമ്പോൾ ഏതൊരു വസ്തു എക്സ്പാൻഡ് ചെയ്യും. കാരണം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് മോളിക്യൂൾസിൻ്റെ ആവറേജ് കൈനറ്റിക് എനർജിയാണ്. അപ്പോൾ ആവറേജ് കൈനറ്റിക് എനർജി കൂടുമ്പോൾ എന്ത് പറ്റും? അവർ കൂടുതൽ ഈ പറഞ്ഞ വലുതാകാൻ ശ്രമിക്കും. ഓക്കെ, അതാണ് സംഭവം. അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എന്താണ്, V/T ഇസ് ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ് എന്ന് പറയാൻ പറ്റും. V/T ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും V1/T1 എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? V2/T2വിന് ഈക്വൽ. V1/T1 എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? V2/T2വിന് ഈക്വൽ ആണ്. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്, ചാൾസ് നിയമത്തിൽ പറയും. അപ്പോൾ ചാൾസ് നിയമം എന്താണ്? അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ദ വോളിയം ഓഫ് എ ഡെഫിനിറ്റ് എമൗണ്ട് ഓഫ് ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ടെമ്പറേച്ചർ. ഇതിനെ നമ്മൾ കോൺസ്റ്റന്റ് കൊടുത്ത് ഇങ്ങോട്ട് ക്രോസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? V/T ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് കിട്ടുന്നത്. അല്ലെങ്കിൽ V1/T1 ഇസ് ഈക്വൽ ടു എന്താണ്? V2/T2 എന്ന് കിട്ടും. ഈ ഇക്വേഷനാണ് ഇവിടെ മെയിനായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? എക്സാമ്പിൾസ് പറയാൻ പറ്റും. അതിന് മുമ്പ് കെൽവിൻ സ്കെയിൽ വരുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ എക്സാമ്പിൾ പറഞ്ഞിട്ട് പോകാം. അപ്പോൾ ചാൾസ് നിയമത്തിൻ്റെ എക്സാമ്പിളാണ് എന്തൊക്കെയെന്ന് പറയുന്നത്. ഒന്ന്, നമ്മൾ ഈ സമ്മർ സമയത്ത് നമ്മൾ വണ്ടിയുടെ ടയറുകളുടെ പ്രഷർ എന്ന് പറയുന്നത് സാധാരണ അടിക്കുന്നതിനേക്കാളും കുറവായിട്ടായിരിക്കും അടിക്കുന്നത്. ഓക്കെ, സാധാരണ സമ്മർ സമയത്ത് നമ്മുടെ ടയറുകളുടെ പ്രഷർ എന്ന് പറയുന്നത് നമ്മൾ നോർമലി അടിക്കുന്നതിനേക്കാളും കുറച്ച് കുറവായിരിക്കും. കാരണം സമ്മർ സമയത്ത് ടെമ്പറേച്ചർ കൂടും, വോളിയം കൂടും. സോ വോളിയം ഓൾറെഡി കൂടും. അപ്പോൾ നമ്മൾ ഓവർ പ്രഷർ അടിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സാധാരണ വിൻ്റർ സമയത്ത് അടിക്കുന്ന അതേ പ്രഷർ അടിച്ചു കഴിഞ്ഞാൽ ടയറിന് അതുള്ള പ്രഷർ കൂടുതലാവും. അത് അപകടത്തിന് കാരണം. അടുത്ത ലിക്വിഡ് അമോണിയ എന്ന് പറയുന്ന സാധനം നമ്മൾ എപ്പോഴും കോൾഡ് അല്ലെങ്കിൽ ഐസിൽ മുക്കി വെച്ചിട്ടായിരിക്കും പുറത്തെടുക്കും. കാരണം ടെമ്പറേച്ചർ കുറയുന്ന സമയത്ത് വോളിയം കുറയുന്നു.
അപ്പോൾ എക്സ്പാൻഡ് ചെയ്യാനുള്ള ടെൻഡൻസി എന്ത് ചെയ്യുന്നു? കുറയുന്നു. കാരണം ഈ അമോണിയ എന്ന് പറയുന്നത് പെട്ടെന്ന് എക്സ്പാൻഡ് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ആ ഉള്ള അതേ വോളിയത്തിലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് എന്ത് പറ്റും? അപകടം ഉണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ഐസിൽ മുക്കി വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? ഇതിനെ പുറത്തെടുക്കുന്നത്. കാരണം ഐസ് മുക്കി വയ്ക്കുമ്പോൾ ടെമ്പറേച്ചർ കുറയും, അപ്പോഴത്തേക്ക് വോളിയം കുറയും, അപ്പോൾ എക്സ്പാൻഡ് ചെയ്യാനുള്ള ടെൻഡൻസിയും കുറയും. അതാണ് ചാൾസ് ലോയിൽ പറയുന്നത്. സെറ്റ് അല്ലേ? ഇതാണ് ബോയിൽസ് നിയമവും അതുപോലെ തന്നെ എന്ന് പറയുന്നത് ചാൾസ് ലോ എന്നും പറയും. അടുത്ത് വരുന്നതാണ് എന്ത്? കെൽവിൻ സ്കെയിലിൻ്റെ ഒരു കേസ്. വേറെ ഒന്നുമില്ല, സംഭവമൊന്നുമില്ല. ഇത്രയും സംഭവം പറയുന്നുണ്ട് കെൽവിൻ സ്കെയിലിനകത്ത്. ആദ്യം ചാൾസ് ലോയുടെ ഗ്രാഫ് ഒന്ന് നോക്കണം. അപ്പോൾ ചാൾസ് ലോ പറഞ്ഞത് എന്താണ്? നമ്മൾ ഈ പറയുന്ന ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ഗ്യാസിൻ്റെ വോളിയം എന്ത് ചെയ്യും? കൂടിക്കൊണ്ടേയിരിക്കും. ടെമ്പറേച്ചർ എടുക്കുന്നത് നമ്മൾ കെൽവിൻ സ്കെയിലാണ്, വോളിയം എടുക്കുന്നത് എന്തിലാണ്? ലിറ്ററിലാണ്. അതായത് ഒരു നിശ്ചിത എമൗണ്ട് ഓഫ് ഗ്യാസ് എടുത്താൽ അതിൻ്റെ ഒരു പ്രത്യേക വോളിയം ഉണ്ടാവും അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടിപ്പോകുന്നതിനനുസരിച്ച് വോളിയം എന്ത് ചെയ്യും? കൂടി പോകും. അതുപോലെ ടെമ്പറേച്ചർ കുറയ്ക്കുന്നതിനനുസരിച്ച് വോളിയം കുറഞ്ഞു വരും. അങ്ങനെ കുറഞ്ഞു വന്ന് ഒരു പ്രത്യേക ടെമ്പറേച്ചറിൽ നമ്മൾ എത്തിക്കഴിയുമ്പോഴത്തേക്കും ഈ പറഞ്ഞ ഗ്യാസിൻ്റെ വോളിയം 0 മാറും. ഈ പറഞ്ഞ പോയിന്റിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അബ്സല്യൂട്ട് സീറോ എന്ന് വിളിക്കുന്നത്. അബ്സല്യൂട്ട് സീറോ അല്ലെങ്കിൽ 0 കെൽവിൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു വസ്തുവിൻ്റെ ടെമ്പറേച്ചർ കൂട്ടിയാൽ വോളിയം കൂടും, ടെമ്പറേച്ചർ കുറച്ചാൽ വോളിയം കുറയും. അങ്ങനെ നമ്മൾ വോളിയം ടെമ്പറേച്ചർ കുറച്ച് വോളിയം കുറച്ച് ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷനിൽ എത്തുന്ന സമയത്ത് ആ സ്ഥലത്ത് ഈ വോളിയം എന്ന് പറയുന്നത് കുറഞ്ഞ് എന്തായിട്ട് മാറും? 0 എത്തുമെന്നാണ് പറയുന്നത്. അങ്ങനെ എത്തിക്കാൻ പറ്റിയാൽ ആ ടെമ്പറേച്ചറാണ് എന്ത്? അബ്സല്യൂട്ട് സീറോ അല്ലെങ്കിൽ 0 കെൽവിൻ എന്ന് പറയും. നമ്മൾ പക്ഷേ എപ്പോഴും ടെമ്പറേച്ചർ പറയുന്നത് എന്തിനാണ്? ഡിഗ്രി സെൽഷ്യസിലാണ്. അതുകൊണ്ട് താരതമ്യം ചെയ്യുമ്പോൾ -273 ഡിഗ്രി സെൽഷ്യസ് ആണ് എന്തെന്ന് പറയുന്നത്? 0 കെൽവിൻ എന്ന് പറയും. ഇനി ഏതൊരു ഗ്യാസ് എടുത്താലും ഇപ്പോൾ ഒരു നിശ്ചിത പ്രഷറിലാണ്, P1 എന്ന് പറയുന്ന പ്രഷറിലാണ്. ഞാൻ ഇതേ ഗ്യാസിനെ P2 എന്ന് പറയുന്ന പ്രഷറിൽ എടുത്തു കഴിഞ്ഞാലും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്നത് എന്തായിരിക്കും? അവിടെ സെയിം ആയിരിക്കും. അബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്നത് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇനി മറ്റൊരു പ്രഷർ എടുത്താലും മാറ്റമൊന്നുമില്ല, അബ്സല്യൂട്ട് സീറോ സെയിം ആയിരിക്കും. ഇനി ഏത് ഗ്യാസ് എടുത്താലും ഈ പറയുന്ന അബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്നത് എത്രയായിരിക്കും? -273 ഡിഗ്രി സെൽഷ്യസ് തന്നെ ആയിരിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ -273 ഡിഗ്രി സെൽഷ്യസ് അബ്സല്യൂട്ട് സീറോ ആയത്? അതാണ് പറയാൻ പോകുന്നത്. നമുക്കറിയാം ഐസ് ആകുന്ന ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 0 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, 0 ഡിഗ്രി സെൽഷ്യസ്. പക്ഷേ നമുക്കറിയാം ഈ പറഞ്ഞ 0 ഡിഗ്രി സെൽഷ്യസിന് തുല്യമായിട്ട് കെൽവിൻ സ്കെയിൽ നമ്മൾ നോക്കിയാൽ അവിടെ വരുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? അത് 273 ഡിഗ്രി സെൽഷ്യസ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന 273ക്ക് താഴെ പോയി ഇവിടെയാണ് എന്തുള്ളത്? 0 കെൽവിൻ ഉള്ളത്. ഓക്കെ, 0 കെൽവിൻ. അപ്പോൾ 0ൽ നിന്ന് കുറച്ച് -273 ഡിഗ്രി സെൽഷ്യസ് ആണ് എന്തിന് തുല്യം? 0 കെൽവിന് തുല്യം. ഈ 0 കെൽവിനാണ് എന്തെന്ന് പറയുന്നത്? അബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്നത്. ആ അബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്നത് 0 കെൽവിൻ അല്ലെങ്കിൽ -273 ഡിഗ്രി സെൽഷ്യസ്. അവിടുന്ന് കൂട്ടി പോകുമ്പോൾ 1, 2, 3 എന്നല്ലേ കൂടി പോകുന്നത്. അങ്ങനെ 273 ഈക്വൽ ആകുമ്പോഴേ ഇവിടുന്ന് എന്താവുന്നുള്ളൂ? 0ക്ക് ഈക്വൽ ആവുന്നുള്ളൂ. കാരണം നമ്മൾ ഡിഗ്രി സെൽഷ്യസ് സ്കെയിൽ എന്ന് പറയുന്നത് വെള്ളത്തിൻ്റെ മെൽറ്റിംഗ് പോയിന്റും ഫ്രീസിംഗ് പോയിന്റും വെച്ചാണ് ഡിഫൈൻ ചെയ്തതെങ്കിൽ കെൽവിൻ സ്കെയിൽ ഡിഫൈൻ ചെയ്തത് അബ്സല്യൂട്ട് സീറോ വെച്ചിട്ടാണ്. ഇനി ഇവിടുന്ന് 10 യൂണിറ്റുകളാണ് അല്ലെ 100 യൂണിറ്റാണ് 2 സ്കെയിലുകൾക്ക് ഉള്ളത്. അതായത് 0ൽ നിന്ന് 100 കൂട്ടുമ്പോൾ എത്രയാകും? 100 ഡിഗ്രി സെൽഷ്യസ് ആകും. 273ൽ നിന്ന് 3 കൂട്ടുമ്പോൾ 373 കെൽവിൻ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ നോക്കിയേ, ഡിഗ്രി സെൽഷ്യസും കെൽവിനും തമ്മിൽ അപ്പോൾ എന്തിൻ്റെ വ്യത്യാസമേ ഉള്ളൂ? ഒരു 273ൻ്റെ വ്യത്യാസമേ ഉള്ളൂ. സോ ഡിഗ്രി സെൽഷ്യസിൽ ഒരു വാല്യൂ തന്നിട്ട് അതിനെ കെൽവിനിലോട്ട് മാറ്റാൻ ചോദിച്ചാൽ 273 ആഡ് ചെയ്താൽ മതി. അല്ലെങ്കിൽ കെൽവിനിൽ തന്നതിനെ ഡിഗ്രി സെൽഷ്യസിലോട്ട് മാറ്റാനായിട്ടാണെങ്കിൽ ഒരു 273 എന്ത് ചെയ്താൽ മതി? നിങ്ങൾ കുറച്ചാൽ മതി, നിങ്ങൾക്ക് അവിടെ കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കെൽവിൻ സ്കെയിൽ എന്ന് പറയുന്നത്, അതിൻ്റെ ഗ്രാഫ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഡിഗ്രി സെൽഷ്യസ് തന്നതിന് നമുക്ക് കെൽവിനിലോട്ട് ആക്കാനായിട്ട് എന്താണ്? 273 കൂട്ടിയാൽ മതി, അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? 273 തിരിച്ചാണെങ്കിൽ കുറച്ചാൽ മതി. ഇതാണ് കെൽവിൻ സ്കെയിൽ പറയും. നെക്സ്റ്റ് വരുന്നതാണ് എന്ത്? അവഗാഡ്രോയുടെ നിയമം. അവഗാഡ്രോ പറഞ്ഞത് വളരെ ചെറിയ രസമുള്ളൊരു നിയമമാണ്. അതായത് ഒരു വസ്തുവിൻ്റെ വോളിയം എന്ന് പറയുന്നത്, അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു പ്രഷർ, ടെമ്പറേച്ചർ, വോളിയം, നമ്പർ ഓഫ് മോൾസ്. ഇതുവരെ പറഞ്ഞ രണ്ടിനകത്ത് നമ്മൾ നമ്പർ ഓഫ് മോൾസിനെ ഉൾപ്പെടുത്തിയില്ല. ഇപ്പോൾ നമ്പർ ഓഫ് മോൾസ് വന്നു. അപ്പോൾ ശ്രദ്ധിക്കണം, എന്താണ് വോളിയവും നമ്പർ ഓഫ് മോൾസ് തമ്മിലുള്ള റിലേഷനാണ് അവഗാഡ്രോ എന്നല്ലോ. അപ്പം P-യും D-യും എന്തായിരിക്കണം? ഇവിടെ കോൺസ്റ്റൻ്റ് ആയിരിക്കണം. അതായത് പ്രഷറും ടെമ്പറേച്ചറും ഒരു വസ്തുവിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കോൺസ്റ്റൻ്റ് ആക്കി വയ്ക്കുകയാണെങ്കിൽ, അതായത് പ്രഷർ എന്ന് പറയുന്നത് 273യും ടെമ്പറേച്ചർ എന്ന് പറയുന്നത് പ്രഷർ എന്ന് പറയുന്നത് 1 അറ്റ്മോസ്ഫിയറും ടെമ്പറേച്ചർ 273 കെൽവിനും ആണ്. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറാണ് പ്രഷർ. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ പഠിച്ചിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് അത് ഓർമ്മ ഉണ്ടായിരിക്കും. സോ അവിടെ പറഞ്ഞ എന്താണ്? വോളിയം ഓഫ് എ ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ നമ്പർ ഓഫ് മോൾസ്.
എണ്ണം കൂടുമ്പോൾ വോളിയം കൂടും. ഇത് മനസ്സിലാക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടുമില്ല അല്ലേ? ഒരു ബലൂണിനകത്തേക്ക് നമ്മൾ കാറ്റൂതി കയറ്റുമ്പോൾ നമ്മൾ അതിനകത്തുള്ള നമ്പർ ഓഫ് മോൾസ് ആണ് അല്ലെങ്കിൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ് കൂട്ടുന്നത്. അപ്പോൾ അതിൻ്റെ വോളിയം എന്ത് ചെയ്യും? കൂടും. കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ കൂടുതൽ വോളിയം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്താ പറഞ്ഞത്? അവഗാഡ്രോ പറഞ്ഞത് വോളിയം കൂടുന്നതിനനുസരിച്ച് നമ്പർ ഓഫ് മോൾസ് കൂടും. അതായത് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഈക്വൽ വോളിയം ഓഫ് ഓൾ ഗ്യാസസ് കണ്ടെയ്ൻ ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഈ പറഞ്ഞ പ്രഷറും ടെമ്പറേച്ചറും നമ്മൾ കോൺസ്റ്റന്റ് ആക്കി വെക്കുകയാണെങ്കിൽ എല്ലാ വസ്തുവിൻ്റെയും ഏത് ഗ്യാസോ ആയിക്കോട്ടെ അതിൻ്റെ ഈക്വൽ വോളിയത്തിനകത്ത് എപ്പോഴും എന്തായിരിക്കും? ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസേ കാണത്തുള്ളൂ. അല്ലെങ്കിൽ ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓഫ് ഡിഫറൻറ്റ് ഗ്യാസ് ഒക്കുപ്പൈസ് ഈക്വൽ വോളിയം. ഓക്കെ, അതായത് ഇപ്പോൾ ഞാൻ പറയുകയാണെ 100 മോളിക്യൂൾ ഓഫ് ഹൈഡ്രജൻ ഗ്യാസും 100 മോളിക്യൂൾസ് ഓഫ് നൈട്രജൻ ഗ്യാസും 100 മോളിക്യൂൾസ് ഓഫ് ഇപ്പോൾ വേറെ ഓക്സിജൻ എടുത്താലും മൂന്നും ഇരിക്കുന്നത് എന്തായിരിക്കും? മോളിക്യൂൾസ് സെയിം ആണ്, പ്രഷറും ടെമ്പറേച്ചർ സെയിം ആണെങ്കിൽ അതിൻ്റെ വോളിയം എന്തായിരിക്കും? സെയിം ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ 22.4 ലിറ്റർ ആണ് ഈ വോളിയം എന്നുള്ളത് പിന്നീട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പഠിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ ഇപ്പോൾ തന്നെ ഓടിച്ചിട്ടു. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ 1 മോൾ ഓഫ് എനി സബ്സ്റ്റൻസ് എടുത്തു കഴിഞ്ഞാൽ അത് എത്രയായിരിക്കും? അത് 22.4 ലിറ്റേഴ്സ് ആയിരിക്കും. മറന്ന് പോകേണ്ടത്. ഇതാണ് 3 ഗ്യാസ്. ഈ 3 ഗ്യാസിലോ ഇവിടെ എക്സാമ്പിൾ അറിയാമല്ലോ, നമ്മൾ എയർ ഫില്ല് ചെയ്യുന്നതാണ് എക്സാം, വേറെ ഗ്രാഫ് ഒന്നുമില്ല. കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷൻ പറയുന്നത് എന്താണ്? ഇപ്പോൾ പഠിച്ച 3 P1 ബൈ T1 എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? V2 ബൈ T2 ഈക്വൽ ആണെന്ന് പറയുന്നതാണ് എന്ത്? കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷൻ എന്ന് പറയുന്നത് കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ചെറിയ ബ്രേക്ക് എടുത്തതിന് ശേഷം എന്ത് ചെയ്യാം? അടുത്ത തുടർന്ന് കാണാവുന്നതാണ്. അടുത്തായിട്ട് നമുക്ക് നോക്കാനുള്ളത് എന്താണ്? മോൾ കോൺസെപ്റ്റാണ്. അപ്പോൾ ഇതുവരെ പറഞ്ഞ ഭാഗം ഒരു എല്ലാ കുട്ടികൾക്കും അറിയാവുന്നതാണ്. ഇനിയാണ് വില്ലൻ വരുന്നത്. മോൾ കോൺസെപ്റ്റ് എന്താണ്? മോൾ കോൺസെപ്റ്റ് ഇവിടെ സത്യം പറഞ്ഞാലേ മോൾ കോൺസെപ്റ്റ് എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞില്ലെന്നും പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ചോദ്യമൊക്കെ ചെയ്യാൻ പറ്റും, അത് വേറെ കാര്യം. എങ്കിലും എനിക്ക് മനസ്സിലായിട്ടുള്ള രീതിയിൽ ഞാൻ മോൾ കോൺസെപ്റ്റ് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാനായിട്ട് പോവുകയാണ്. അപ്പോൾ ആദ്യം നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തിന് മോൾ കോൺസെപ്റ്റ്? വൈ? എന്തിനാണ് ഇത്ര കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു സാധനം നിങ്ങൾ പഠിക്കേണ്ടി വന്നത്? അല്ലെ എന്തിനാണ് സയൻറ്റിസ്റ്റുമാർ കൊണ്ടുവന്നത്? അതിൻ്റെ പിന്നിലെ ഒരു 5 മിനിറ്റ് കൊണ്ട് ഞാനത് പറഞ്ഞുതരാം. ഇനി ഇത് വേണ്ടാന്നുള്ളൊരു 5 മിനിറ്റ് സ്കിപ്പ് ചെയ്തിട്ട് ബാക്കി വേണ്ട കാര്യം ഞാൻ പറഞ്ഞു. എടാ, നമുക്ക് ഈ മോൾ കോൺസെപ്റ്റിൻ്റെ ആവശ്യകത വരുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊന്ന് ചിന്തിച്ച് ഒരു കെമിക്കൽ ഇക്വേഷൻ നമുക്കറിയാം. നമ്മുടെ കെമിസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം പല വസ്തുക്കളെ കൂട്ടിച്ചേർത്ത് കെമിക്കലി റിയാക്ട് ചെയ്ത് പുതിയ വസ്തു ഉണ്ടാക്കലാണ് ഈ കെമിസ്ട്രിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത്. ആദ്യകാലത്തും അങ്ങനെ തന്നെ ആയിരുന്നു, ഇപ്പോഴും അത് തന്നെ. അപ്പോൾ ഇവിടെ റിയാക്റ്റൻ്റ് ഉണ്ട്, പ്രോഡക്റ്റ് ഉണ്ട്. അപ്പോൾ റിയാക്റ്റൻറ്റുകൾ എത്ര എണ്ണം ചേർന്ന് പ്രോഡക്റ്റ് ഉണ്ടാകുന്നു എന്നതിനെ നമ്മൾ എഴുതുന്നതാണ് ഒരു കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഹൈഡ്രജൻ ചേരുന്നു ഫ്ലൂറിനുമായിട്ട് ഹൈഡ്രജൻ ഫ്ലൂറൈഡ് ഉണ്ടാകുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങളിതെങ്ങനെയാണ് വായിക്കുന്നത്? ഒരു മോളിക്യൂൾ ഓഫ് ഹൈഡ്രജൻ ഒരു മോളിക്യൂൾ ഓഫ് ഫ്ലൂറിനുമായിട്ട് ചേർന്നിട്ട് ഒരു ഹൈഡ്രജൻ ഫ്ലൂറൈഡ് മോളിക്യൂൾ ഉണ്ടാകുന്നു എന്നാണ്. അപ്പം നമുക്ക് ഹൈഡ്രജൻ ഫ്ലൂറൈഡ് ഉണ്ടാക്കാൻ നമുക്ക് ഈ പറഞ്ഞ ഹൈഡ്രജനും വേണം ഫ്ലൂറിനും വേണം, ഓരോന്ന് തമ്മിൽ ചേർന്ന് ഒരു ഹൈഡ്രജൻ ഫ്ലൂറൈഡ് മോളിക്യൂൾ ഉണ്ടാകുമെന്നാണ്. പക്ഷേ ഇത്രയും മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ളൊരു സാധനത്തിനെ ഈ ഒരെണ്ണം വെച്ചെടുക്കാൻ നമുക്ക് പറ്റുമോ? ഇല്ല. നമ്മൾ സാധാരണ വസ്തുക്കളെ അളക്കുന്നത് അതിൻ്റെ മാസിലാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഗ്രാമിൽ ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാൻ ഇങ്ങനെ എഴുതിയെന്ന് വിചാരിക്കുക, 1 ഗ്രാം ഹൈഡ്രജനും 1 ഗ്രാം ഫ്ലൂറിനും കൂടി ചേർന്നാൽ എനിക്ക് 1 ഗ്രാം ഹൈഡ്രജൻ ഫ്ലൂറൈഡ് കിട്ടുമെന്ന് ഞാൻ ഈ ഇക്വേഷൻ വെച്ച് എഴുതി കഴിഞ്ഞാൽ ഇത് ലോക അസംബന്ധമാണ്. കാണുമ്പോൾ ഇവിടെ 1 1 1 1 തന്നെയാണെങ്കിലും ഇതൊരിക്കലും നടക്കത്തില്ല. ഇത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ പറഞ്ഞത് മോളിക്യൂളുകളുടെ എണ്ണത്തെ പറ്റിയാണ്, എണ്ണത്തെ പറ്റിയാണ്. പക്ഷെ ഇവിടെ നമ്മൾ പറഞ്ഞത് അതിൻ്റെ മാസിനെ പറ്റിയാണ്. ഈ എണ്ണവും മാസും ഒന്നല്ല എന്നുള്ളത് നിങ്ങൾക്കറിയാം. പക്ഷേ നമുക്ക് പ്രാക്ടിക്കലി ചെറിയ വസ്തുക്കളായിട്ടുള്ള മൈക്രോസ്കോപ്പിക് സാധനങ്ങൾ എണ്ണിയെടുക്കുക എന്നുള്ളത് പോസിബിൾ അല്ലാത്തത് കൊണ്ട് നമുക്കിവിടെ ഒരു ബുദ്ധിമുട്ട് വന്നു. അപ്പോൾ ആ ബുദ്ധിമുട്ടിൻ്റെ സൊല്യൂഷനായിട്ടാണ് മോൾ കോൺസെപ്റ്റ് വന്നത്. അതായത് മോൾ കോൺസെപ്റ്റ് ഒരേ സമയം വസ്തുക്കളുടെ എണ്ണത്തെയും അവരുടെ മാസിനെയും തമ്മിൽ കണക്ട് ചെയ്തു. എങ്ങനെയാണെന്നുള്ളത് ഞാനിപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നമ്പർ ഓഫ് മോൾസ് എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും, ഗിവൺ മാസിനെ, പഠിച്ചു കഴിഞ്ഞൊരു കുട്ടിയാണ് നിങ്ങൾ, അങ്ങനെയാണ് ഞാൻ പറയുന്നത്, ഗിവൺ മാസിനെ അതിൻ്റെ മോളാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്പർ ഓഫ് മോൾസ് കിട്ടും. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഈ നമ്പർ ഓഫ് മോൾസിനകത്ത് എന്തൊക്കെ വരുന്നുണ്ട്? മാസും വരുന്നുണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്? ഈ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുമ്പോൾ എണ്ണവും വരുന്നുണ്ട്.
മാസും എണ്ണവും തമ്മിലൂടെ കണക്ഷൻ വന്നു. ഇനി കാര്യത്തിലോട്ട് നോക്കിക്കോ. നമുക്കപ്പോൾ ഒരു വസ്തു ഉണ്ടാക്കണമെങ്കിൽ നമുക്കതിന് അളവിൽ സാധനങ്ങൾ ചേർത്താലേ അളവിൽ കിട്ടും. ചായ ഉണ്ടാക്കാൻ നമുക്ക് പഞ്ചസാരയും തേയിലയൊക്കെ സ്പൂണിൽ അളന്ന് തന്നെയല്ലേ ഇടുന്നത്. അതുപോലെ നമുക്ക് കെമിക്കൽസിന് ഉണ്ടാക്കാൻ അളക്കണം. പക്ഷെ അളക്കുമ്പോൾ പ്രശ്നം എന്താണ്? മാസിൽ നമ്മൾ അളന്നാൽ നമുക്ക് പ്രോഡക്റ്റ് കിട്ടില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ എണ്ണം വ്യത്യാസമാണ് അല്ലേ. ഹൈഡ്രോജൻ എന്ന് പറയുന്നതിനകത്ത് ഇപ്പോൾ ഒരു ഇതേ ഉള്ളൂ. എന്ത്? ഒരു പ്രോട്ടോണും ഒരു ന്യൂട്രോണേ ഉള്ളൂ. ഫ്ലൂറിൻ എന്ന് പറയുമ്പോൾ ഒന്നാണോ? അല്ല. ഫ്ലൂറിൻ എന്ന് പറയുമ്പോൾ ഒന്നല്ല, അതിൽ ഒന്നിൽ കൂടുതലുണ്ട്. അപ്പോൾ എണ്ണ ഒന്ന് ആലോചിച്ച് നോക്കി. നമുക്കറിയാം കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത് എങ്ങനെയാണ്? ഈ കൊടുക്കലും വാങ്ങലും ഒക്കെ നടന്നിട്ടാണ്. അപ്പോൾ രണ്ടിടത്തും എണ്ണ എന്ന് പറയുന്നത് തുല്യമാവണ്ടേ. നമ്മൾ ഒന്നേ എന്ന് പറഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല. അതായത് ഇപ്പോൾ ഇവിടെ നമുക്ക് ചുമ്മാ ഞാൻ നമ്പർ പറയണേ, ഫ്ലൂറിന് ഒന്നും എനിക്ക് അറിയണമെന്ന് ഞാൻ പറയും. ഇവിടെ ഒരാളും ഇവിടെ 18 പേരും ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് 19 പേരും ഉണ്ട്. ഇവിടുന്ന് ഈ ഒരുത്തിന് അങ്ങോട്ട് പോയപ്പോൾ അവർക്ക് എന്തോ നമ്മൾ മുമ്പ് പഠിച്ച പോലെ ബാലൻസ് ആയ സംഭവം ഓക്കെ ആയി. പക്ഷേ 1 ഗ്രാം ഹൈഡ്രോജനും 1 ഗ്രാം ഫ്ലൂറിനും എന്ന് പറയുമ്പോൾ അവിടെ ഈ 1:19 ആണോ? അല്ല. ഇവൻ ചിലപ്പോൾ എന്തായിരിക്കും? 1 മാസമായിരിക്കും. അതിന് തുല്യമാകാൻ 19ൻ്റെ അളവിലുള്ള ഫ്ലൂറിന് അവിടെ കിട്ടണം. പക്ഷെ 1 ഗ്രാം ഫ്ലൂറിനകത്തിട്ട് 10 കൂടുതലുണ്ടാവും, ചിലപ്പോൾ കുറവായിരിക്കും. സോ ഈ മാസുകളുടെ റേഷ്യോ എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ ഗ്രാമിൽ അളന്നെടുത്താൽ നേരെ കിട്ടത്തില്ല. അപ്പോൾ ഗ്രാമുകളുടെയൊക്കെ റേഷ്യോ നേരെ ആക്കണമെങ്കിൽ നമുക്കൊരു പുതിയൊരു ക്വാണ്ടിറ്റി വേണ്ടി വരും. ആ ക്വാണ്ടിറ്റിയാണ് നമ്പർ ഓഫ് മോൾസ്. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മളപ്പോൾ എണ്ണം ആണ് എടുക്കുന്നത്. ഈ എണ്ണം ഒരു പ്രത്യേക രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ എന്താണ് നമ്പർ ഓഫ് മോൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു വസ്തുവിൻ്റെ ആണോ 6.022 ഇൻറ്റു 10⁻23 എണ്ണം, ആ എണ്ണത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഒരു മോൾ എന്ന് വിളിക്കുന്നത്. ഒരു മോൾ എന്ന് വെച്ചാൽ അപ്പോൾ എത്രയാണ്? അതിൽ 6.022 ഇൻറ്റു 10⁻23 എണ്ണം ഉണ്ട്. പക്ഷേ എങ്ങനെയാണ് നമ്മൾ മോള് കണ്ടുപിടിക്കുന്നത്? നമ്മൾ ഒരു വസ്തുവിൻ്റെ മാസിനെ അതിൻ്റെ മോളാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടാണ്. അപ്പോൾ എന്താണ് വസ്തുവിൻ്റെ മാസ്? അത് ഗ്രാമിൽ അളന്നെടുക്കാം. എന്താ മോളാർ മാസ്? അവിടെയാണ് പ്രശ്നം വരുന്നത്. ഈ മോളാർ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? ഒരു മോൾ ഓഫ് സബ്സ്റ്റൻസിൻ്റെ എന്ന് വെച്ചാൽ ഇത്രയും എണ്ണത്തിൻ്റെ മാസാണ് മോളാർ മാസ് എന്ന് പറയുന്നത്. അതറിയാലോ. ഒരു മോൾ ഓഫ് എനി സബ്സ്റ്റൻസിൻ്റെ മാസാണ് മോളാർ മാസ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു മോൾ ഓഫ് സബ്സ്റ്റൻസിൻ്റെ മാസ് കിട്ടണമെങ്കിൽ നമുക്കത് ഒരു മോളിക്യൂളിൻ്റെ മാസ് വേണം. അപ്പോൾ നമുക്ക് എന്ത് വേണം? മോളാർ മാസ് കണ്ടുപിടിക്കാൻ മോളിക്കുലാർ മാസ് വേണം. എന്ത് വേണം? മോളിക്കുലാർ മാസ് വേണം. എന്താ മോളിക്കുലാർ മാസ്? ഒരു മോളിക്യൂളിൻ്റെ മാസാണ് മോളിക്കുലാർ മാസ്. ഒരു മോൾ ഓഫ് സബ്സ്റ്റൻസിൻ്റെ മാസാണ് മോളാർ മാസ്. ഒരു മോളിക്യൂളിൻ്റെ മാസാണ് എന്താണെന്ന് പറയുന്നത്? മോളിക്കുലർ മാസ് എന്ന് പറയുന്നത്. ഈ മോളിക്കുലർ മാസ് എങ്ങനെ കിട്ടും? അറ്റോമിക് മാസുകളെ കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ ഈ അറ്റോമിക് മാസ് എങ്ങനെ കണ്ടുപിടിക്കും? അറ്റോമിക് മാസ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് പ്രശ്നമുണ്ട്. നമുക്ക് അറ്റോമിക് മാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാസാണ്. അപ്പോൾ എണ്ണമായിട്ടുള്ള എണ്ണം കിട്ടി, മോള് മാസ് വേണം. ഈ മാസ് എങ്ങനെ കണ്ടുപിടിക്കും? ഈ ഗ്രാമോ മില്ലിഗ്രാമോ വെച്ചും കളക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് പുതിയൊരു ക്വാണ്ടിറ്റി വേണം. അവിടെയാണ് ഈ പറഞ്ഞ കൺഫ്യൂഷനൊക്കെ തുടങ്ങുന്നത്. സയൻറ്റിസ്റ്റുമാർ പ്രത്യേക രീതിയിൽ ഇങ്ങനെ ഒരു കാര്യം ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനോട് പറയുന്നതിനും ഇത് പറയാം. അപ്പോൾ അറ്റോമിക് മാസ് കണ്ടുപിടിക്കണം. അപ്പോൾ എങ്ങനെ അറ്റോമിക് മാസ് കണ്ടുപിടിക്കും? അപ്പോൾ അറ്റോമിക് മാസ് കണ്ടുപിടിക്കാൻ നമുക്ക് ഒരു സ്റ്റാൻഡേർഡ് ആയ സാധനം വേണം. നിങ്ങൾ കടയിൽ പോയിട്ട് 1 കിലോ അരി എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലമല്ല, കുറച്ച് പണ്ടത്തെ കാലമാണെങ്കിൽ 1 കിലോയുടെ ഒരു വെയിറ്റ് ഉണ്ട്, പടിയെന്ന് പറയും. അത് വെച്ച് നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടോ അപ്പോൾ ഇതാണ് 1 കിലോ എന്ന്? അപ്പോൾ അതിന് തുല്യമായിട്ട് വരുമ്പോഴേ നമുക്ക് 1 കിലോ എന്ന് പറയുള്ളൂ. അപ്പോൾ അതുപോലെ തുല്യമായി നോക്കാൻ നമുക്കൊരു സാധനം വേണം. ആ സാധനമായിട്ട് സയൻറ്റിസ്റ്റുമാർ സെലക്ട് ചെയ്തത് കാർബൺ-12 ഐസോട്ടോപ്പിനെയാണ്. ഇതിനെയാണ് കാർബൺ-12 ഐസോട്ടോപ്പിനെയാണ് അവർ സെലക്ട് ചെയ്തത്. കാരണം പ്രപഞ്ചത്തിൽ മൊത്തം കാർബൺ ഉണ്ടല്ലോ. ജീവനുള്ള എല്ലാ വസ്തുക്കൾക്കും കാർബൺ ഉണ്ട്. കാർബൺ സ്റ്റേബിൾ ഐസോട്ടോപ്പാണ്. നമ്മൾ വന്നിട്ട് എന്ത് പറഞ്ഞു? കാർബൺ-12ൻ്റെ മാസ് എന്ന് പറയുന്നത് 12U ആണ്. കാർബൺ-12 ഐസോട്ടോപ്പിൻ്റെ മാസ് എന്ന് പറയുന്നത് എന്താണ്? 12U ആണ്. എന്താണ്? 12U ആണ്. അപ്പോൾ നിങ്ങൾ യു ആണ് എന്തെന്ന് പറയുന്നത്? ഇവിടുത്തെ കൺഫ്യൂഷനിലേക്ക് ആധാരം എന്ന് പറയും. യു എന്ന് വെച്ചാൽ എന്താണ്? അത് മാസ് കാണിക്കുന്ന ഒരു യൂണിറ്റാണ്. ഗ്രാമും മില്ലിഗ്രാമും ഒക്കെ പോലെ മൈക്രോസ്കോപ്പിക് ലെവലിൽ മാസ് കാണിക്കുന്ന ഒരു സാധനമാണ് യു എന്ന് പറയുന്നത്. ഒരു കാർബൺ-12 ഐസോട്ടോപ്പിനകത്ത് അതിൻ്റെ മാസ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്തു? 12U ആണെന്ന് അസ്യൂം ചെയ്തു. അപ്പോൾ അതിനെ നമ്മൾ 12 കഷ്ണമായിട്ട് മുറിച്ചു കഴിഞ്ഞാൽ അതിൽ ഒരു കഷ്ണത്തിൻ്റെ മാസ് 12 ആണ്. നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ആറ്റങ്ങളെയും എടുത്തിട്ട് ഈ 12 താരതമ്യം ചെയ്യും. അപ്പോൾ 12 താരതമ്യം ചെയ്യുമ്പോൾ ഒരു എണ്ണം വന്നു കഴിയുമ്പോൾ ഹൈഡ്രോജനാണ് നമ്മൾ എടുത്തതെങ്കിൽ ഈ ഹൈഡ്രോജനെ സംബന്ധിച്ചിടത്തോളം കാർബൺ-12ൻ്റെ 12 തുല്യമായിരിക്കും ഇതിൻ്റെ വെയിറ്റ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതിൻ്റെ മാസ് എന്ന് പറയുന്നത് 1U. ഇതിൻ്റെ റിലേറ്റീവ് അറ്റോമിക് മാസ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. 1U. ഹീലിയം ആണെങ്കിൽ 2U. അടുത്ത് ലിഥിയം ആണെങ്കിൽ 3U. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? ഈ പറയുന്ന അറ്റോമിക്
മാസ് അല്ലെങ്കിൽ റിലേറ്റീവ് അറ്റോമിക് മാസ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ റിലേറ്റീവ് അറ്റോമിക് മാസ് അങ്ങനെ ഓരോന്നിൻ്റെയും കിട്ടിക്കഴിഞ്ഞാൽ അതൊരു മോളിക്യൂളിൽ എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കിയിട്ട് അതിനെ കൂട്ടിയാൽ നമുക്ക് മോളിക്കുലാർ മാസ് കിട്ടും. ആ മോളിക്കുലാർ മാസിനെ നമ്മൾ ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്താൽ നമുക്ക് മോളാർ മാസ് കിട്ടും. ഇനിയാണ് ട്വിസ്റ്റ്. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഓക്കെ, ഇപ്പോൾ കാർബണിൻ്റെ റിലേറ്റീവ് അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 12 ആണ്. 12 U. ഓക്സിജൻ്റെ എന്ന് പറയുമ്പോഴത്തേക്കും എത്രയാണ്? നമുക്ക് 16 U. അപ്പോൾ CO2വിൻ്റെ മോളിക്കുലർ, ഇത് രണ്ടും എന്താണ്? റിലേറ്റീവ് അറ്റോമിക് മാസാണ്. എന്നാൽ CO2 എന്ന് പറയുമ്പോൾ അത് മോളിക്യൂലാണ്. അപ്പോൾ അതിൻ്റെ മോളിക്കുലാർ മാസാണ് വേണ്ടത്. മോളിക്കുലാർ മാസ് എങ്ങനെ കിട്ടും? കാർബണിൻ്റെ 12 പ്ലസ് ഓക്സിജൻ്റെ 16, രണ്ടെണ്ണം ഉണ്ട്. അപ്പോൾ എത്ര കിട്ടും? 12 പ്ലസ് 16 ഇൻറ്റു 2 അല്ലെ, എത്ര കിട്ടും? 32. 2 2 4, 3 3 4, 44 U ആണ് അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മോളിക്കുലാർ മാസ്. ഇനിയാണ് ട്വിസ്റ്റ്. ഈ പറയുന്ന കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മോളാർ മാസ് എത്ര? കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മോളാർ മാസ് എത്ര എന്ന് ചോദിച്ചാൽ നമ്മൾ അറിയാം, നമുക്ക് മോളാർ മാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മോൾ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ എടുത്തു എന്ന് വെച്ചാൽ 6.022 ഇൻറ്റു 10⁻23 മോളിക്യൂൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ എടുത്താൽ കിട്ടുന്നതാണ് അതിൻ്റെ മോളാർ മാസ് എന്ന് പറയുന്നത്. സോ ആ മോളാർ മാസ് എന്ന് പറയുന്നത് എത്രയ്ക്ക് ഈക്വൽ ആയിരിക്കും? അത് 44 ഗ്രാമിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമ്മളിന്ന് ഗ്രാം മോളാർ മാസ് എന്ന് പറയും, അല്ലെങ്കിൽ ഗ്രാം എന്ന് പറയും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ദേ ഇത് രണ്ടും എങ്ങനെ സെയിം ആയി എന്ന് ചോദിക്കും. അപ്പോൾ മനസ്സിലായിരിക്കും, ഇത് രണ്ടും സെയിം അല്ല. ഇത് രണ്ടിൻ്റെയും വാല്യൂ സയൻറ്റിസ്റ്റുമാർ ഈ മോൾ എന്ന് പറയുന്ന സാധനം കണ്ടെത്തിയത് തന്നെ ഇത് രണ്ടും ഇങ്ങനെ എഴുതുമ്പോൾ തുല്യമാകാൻ വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഒരു വസ്തുവിൻ്റെ മോളിക്കുലാർ മാസ് 44 U, അതിൻ്റെ തന്നെ മോളാർ മാസ് എണ്ണം മാറി വലിയ സംഖ്യയാണ്, പക്ഷേ അത് എന്തിന് ഈക്വൽ ആയിരിക്കും? ഈ മോളിക്കുലാർ മാസിൻ്റെ യൂണിറ്റ് യുയിൽ നിന്നും G, അതായത് യൂണിറ്റ് എന്ന് പറയുന്നതിൽ നിന്ന് ഗ്രാമിലോട്ട് എഴുതിയെടുത്താൽ ഇത് തുല്യമായിരിക്കും. അപ്പോൾ ഇത് രണ്ട് വാല്യൂ സെയിം ആണോ എന്ന് ചോദിച്ചാൽ അല്ല. 10 മില്ലിമീറ്ററും 10 കിലോമീറ്ററും എന്ന് പറഞ്ഞാൽ രണ്ട് സെയിം ആണോ? അല്ല. ആന ആട്ടുംകുട്ടിയുടെ വ്യത്യാസമില്ലേ? ഇവിടെയും ആ വ്യത്യാസം ഉണ്ട്. പിടികിട്ടിയോ? 44 U എന്ന് പറഞ്ഞാലും 44 ഗ്രാം എന്ന് പറഞ്ഞാലും 44 എന്ന സംഖ്യ മാത്രമേ ഇവിടെ സെയിം ആയിട്ടുള്ളൂ. അവരുടെ വാല്യൂ എന്ന് പറയുന്നത് ഇത് മൈക്രോസ്കോപ്പിക് ലെവലിലാണ്, ഇത് മാക്രോസ്കോപ്പിക് ലെവലിലാണ്. സോ അവർ തമ്മിൽ വ്യത്യാസം ഉണ്ട്. പക്ഷേ കണക്ക് ചെയ്യുമ്പോഴും മറ്റു കാര്യങ്ങളും ചെയ്യുമ്പോഴും നമുക്കിവിടെ എന്ത് പറ്റി? എണ്ണത്തെയും മാസിനെയും തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റി. ഈ എണ്ണത്തെയും മാസിനെയും തമ്മിൽ കണക്ട് ചെയ്താലേ നമുക്കൊരു ഇക്വേഷൻ വരുമ്പോൾ ഇതുപോലെ മാറ്റി ഇത് തെറ്റല്ലാതെ ശരിയാക്കി എടുക്കാൻ പറ്റൂ. നമ്മൾ ചാപ്റ്ററിൻ്റെ അവസാനം പഠിച്ചില്ലേ? ചാപ്റ്ററിൻ്റെ അവസാനം നമ്മളൊരു കാര്യം പഠിച്ചില്ലേ? ഓർക്കുന്നുണ്ടോ നിങ്ങൾ? നമ്മൾ ഇപ്പോൾ എഴുതുകയാണ് H2 + O2 ഗീവ്സ് 2H2O. നമ്മൾ ആ 2 എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോളിക്യൂളാണ്. പക്ഷെ നമ്മളതിനെ തൊട്ട് താഴത്തെ ലൈനിൽ എങ്ങനെ എഴുതിയത്? 2 മോൾ ഓഫ് ഹൈഡ്രജൻ കമ്പൈൻ വിത്ത് 1 മോൾ ഓഫ് ഓക്സിജൻ ടു ഗെറ്റ് 2 മോൾ ഓഫ് വാട്ടർ എഴുതിയില്ലേ? അങ്ങനെ മോളെന്ന് നമ്മൾ എഴുതിയിട്ട് അതിന് നമ്മൾ എന്ത് ചെയ്തു? ഗ്രാമിലോട്ട് മാറ്റിയില്ലേ? എങ്ങനെ മാറ്റി? അതിൻ്റെ മോളിക്കുലർ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്. അങ്ങനെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പാണ് ഈ മോൾ കോൺസെപ്റ്റ്. അതിങ്ങനെയാണ് ചെയ്തേക്കുന്നത്. ചിലപ്പോൾ കത്തിക്കാണും, ചിലപ്പോൾ കത്തിയിട്ടുണ്ടാവില്ല. ഇതിൽ സാരമൊന്നുമില്ല. ഇത്രയും ഒരു ഐഡിയ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഒന്നും കൂടി ഞാൻ ആ കാര്യങ്ങൾ പറയാം. റിലേറ്റീവ് അറ്റോമിക് മാസ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു വസ്തുവിൻ്റെ ഒരു ആറ്റത്തിൻ്റെ മാസ് എങ്ങനെ കിട്ടുന്നു? ബൈ കമ്പയറിങ് ഇറ്റ് വിത്ത് കാർബൺ 12 ഐസോടോപ്പ്. ഓക്കെ, അപ്പോൾ എന്താണ്? ഒരു വസ്തുവിൻ്റെ മാസിനെ കാർബൺ 12 ഐസോടോപ്പായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് റിലേറ്റീവ് അറ്റോമിക് മാസ്. അതായത് ഇപ്പോൾ ഹൈഡ്രജൻ, ഓക്സിജൻ, കാർബൺ, നൈട്രജൻ ഓരോന്നിൻ്റെയും മാസ് നമ്മൾ കാർബൺ 12ൻ്റെ ഐസോടോപ്പിൻ്റെ 12 1/12 കൂടെ എഴുതിക്കും. 1/12 നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ എത്രയുണ്ട്? 1/12 സെയിം ആണെങ്കിൽ 1, കൂടുതലാണെങ്കിൽ കൂടുതൽ, 6 ആണെങ്കിൽ 6, 12 ആണെങ്കിൽ 12, അടുത്ത് അല്ലെ 12 അല്ല 16 ആണെങ്കിൽ 16, 12 ആണെങ്കിൽ 12, 14 ആണെങ്കിൽ 14 എന്ന് നമ്മൾ എഴുതി കിട്ടുന്നതാണ് സാധനം. അപ്പോൾ ഈ പറഞ്ഞ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് നമ്മൾ എഴുതുമ്പോൾ പൂർണ്ണസംഖ്യയിൽ എഴുതും, പക്ഷേ കറക്റ്റ് ഇത് പൂർണ്ണസംഖ്യ അല്ല. ഡെസിമൽ വരാറുണ്ട്, പക്ഷേ കാൽക്കുലേഷന് വേണ്ടി നമ്മളതിന് പൂർണ്ണസംഖ്യ ആയിട്ട് എടുത്ത് എഴുതും. ഇനി ഒരു വരുന്ന പുതിയ ടോപ്പിക്ക് നോക്കിയോ. എന്താണ് ഗ്രാം അറ്റോമിക് മാസ്? എന്താണ് ഗ്രാം അറ്റോമിക്
മാസ്. ഒന്നും പേടിക്കണ്ട. റിലേറ്റീവ് അറ്റോമിക് മാസ് എന്ന് വെച്ചാൽ ഒരു ആറ്റത്തിൻ്റെ മാസ്. ഗ്രാം അറ്റോമിക് മാസ് എന്ന് വെച്ചാൽ ഒരു മോൾ ഓഫ് ആറ്റത്തിൻ്റെ മാസ്. ഒരു മോൾ ഓഫ് ആറ്റത്തിൻ്റെ മാസ്. പിടികിട്ടിയ ഒരു റിലേറ്റീവ് അറ്റോമിക് മാസ് എന്ന് വെച്ചാൽ ഒരു ആറ്റത്തിൻ്റെ കാര്യം പറയും. ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറയുമ്പോഴത്തേക്കും എന്തായിരിക്കും? അത് ഒരു മോൾ ഓഫ് ഗ്യാസ്. ഫോർ എക്സാമ്പിൾ, ഓക്സിജൻ്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത്, റിലേറ്റീവ് അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 16 U. ഓക്സിജൻ്റെ ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറയുന്നത് എത്രയാണ്? അത് 16 ഗ്രാം. അവിടെ ശ്രദ്ധിക്കണം, ഈ വാല്യൂ മാത്രമേ ഇവിടെ സെയിം ആയിട്ടുള്ളൂ. ഇവിടെ ഒരുത്തനെ പറ്റി പറയുമ്പോൾ ഇവിടെ എത്ര പേരെ പറ്റിയിട്ടാണ് പറയുന്നത്? 6.022 ഇൻറ്റു 10⁻23 എണ്ണത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇതൊരു വലിയ സംഖ്യയാണ്. ഇത് വളരെ ചെറിയൊരു സംഖ്യയാണ്. നമ്പർ മാത്രമേ സെയിം ആയിട്ടുള്ളൂ. ഈ നമ്പർ സെയിം ആക്കാനാണ് ഈ വായിക്കൊള്ളാത്ത അല്ലെങ്കിൽ നമ്മുടെ തലയ്ക്ക് പെട്ടെന്ന് തലയിൽ കയറാത്ത മോൾ കോൺസെപ്റ്റ് കൊണ്ടുവന്നതെന്ന് നിങ്ങൾ ഓർത്ത് വെച്ചാൽ ഒരു പരിധി വരെ ചിലപ്പോൾ ഇപ്പോൾ തലയിൽ കയറിയിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ റിലേറ്റീവ് അറ്റോമിക് മാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാറ്റത്തിൻ്റെ മാസ് കാർബൺ 12 താരതമ്യം ചെയ്യുമ്പോൾ. ഗ്രാം അറ്റോമിക് മാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിലേറ്റീവ് അറ്റോമിക് മാസ് എന്ന് പറയുന്നതിനെ നമ്മൾ യു എന്ന് മാറ്റി ഗ്രാം എന്ന് എഴുതിയാൽ അത് കിട്ടും. പക്ഷെ സത്യത്തിൽ എന്താണ്? അത് ഒരു മോൾ ഓഫ് ആറ്റത്തിൻ്റെ മാസാണ്. ഇത് വലിയ സംഖ്യയാണ്, അത് ചെറിയ സംഖ്യയാണ്, ഓർത്തോളണം. ഓക്കെ, ഇതെന്താണ്? ഗ്രാം പെർ ആറ്റം. ഇതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? ഗ്രാം പെർ ആറ്റം നമുക്ക് വേണമെങ്കിൽ പറയാം, അങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. മോളിക്കുലർ മാസ് എന്ന് വെച്ചാൽ എന്താ? ഒരു മോളിക്യൂളിനകത്തുള്ള വസ്തുക്കളുടെ അറ്റോമിക് മാസുകളെ പരസ്പരം കൂട്ടും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ ഒന്നുകൂടി പറയുന്നത്, കാർബൺ ഡൈ ഓക്സൈഡ് ആണല്ലോ ഒരു മോളിക്യൂള്. അപ്പോൾ അതിലുള്ള ആറ്റം ആരൊക്കെയാണ്? കാർബൺ എന്ന ആറ്റവും ഓക്സിജൻ എന്ന ആറ്റവും. കാർബൺ എന്ന ആറ്റത്തിൻ്റെ അറ്റോമിക് മാസ് എത്രയാണ്? 12. ഓക്സിജൻ്റെ റിലേറ്റീവ് അറ്റോമിക് മാസ് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അറ്റോമിക് മാസ് എത്രയാണ്? അതിൻ്റെ അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഓക്സിജൻ്റെ 16. പക്ഷെ എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട്. അപ്പോൾ 12 + 32 ഇസ് ഈക്വൽ ടു 44. ശ്രദ്ധിക്കണം, യൂണിറ്റ് യു ആണ്. ഇനി ഈ മോളിക്കുലാർ മാസിനെ നമ്മൾ ഗ്രാം മോളിക്കുലാർ മാസ് എന്നോ അല്ലെങ്കിൽ മോളാർ മാസ് എന്നോ വിളിക്കണം. ഗ്രാം മോളിക്കുലാർ മാസ് എന്നോ മോളാർ മാസ് എന്നോ വിളിക്കുമ്പോൾ എന്താ പറ്റുന്നത്? അവിടെ ഈ പറഞ്ഞ ഒരു മോളിക്യൂളാണോ നമ്മൾ എടുക്കുന്നത്? അല്ല, ഒരു മോൾ ഓഫ് മോളിക്യൂൾ എന്ന് വെച്ചാൽ അവിടെ നമ്മൾ 6.022 ഇൻറ്റു 10⁻23 നമ്പർ ഓഫ് എന്തുണ്ടാകും? CO2 ഉണ്ടാകും. പക്ഷേ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? 44 ഗ്രാം തന്നെ ആയിരിക്കും. അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 44 ഗ്രാം ആയിരിക്കും. അപ്പോൾ നമ്പർ സെയിം ആവും. ആ നമ്പർ സെയിം ആകത്തക്ക രീതിയിലാണ് മോൾ കോൺസെപ്റ്റ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് എന്ന് പഠിച്ചു വയ്ക്കും. അപ്പോൾ മോളാർ മാസും മോളിക്കുലാർ മാസും കണ്ടുപിടിക്കാൻ നിങ്ങൾക്കറിയാം. അതുപോലെ ഗ്രാം ഒന്നുകൂടി. ഓക്കെ, അതാ മോളാർ മാസോടെ കിടപ്പുണ്ട്. അപ്പോൾ ഇത് വെച്ച് പറയാം. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ. ഓക്കെ, റിലേറ്റീവ് അറ്റോമിക് മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയും എന്താണ്? ഒരു ആറ്റത്തിൻ്റെ മാസിനെ കാർബൺ 12 ഐസോട്ടോപ്പിൻ്റെ 12 താരതമ്യം ചെയ്യുമ്പോൾ കിട്ടുന്നത്. അതിൻ്റെ യൂണിറ്റ് യു. എന്നാൽ ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് കാർബൺ 12 താരതമ്യം ചെയ്യുമ്പോൾ കിട്ടുന്ന സാധനമൊക്കെ തന്നെ. പക്ഷെ എന്താണ് അവിടെ എടുക്കുന്നത്? ഒരാറ്റം ആണോ? അല്ല, ഒരു മോൾ ഓഫ് ആറ്റം. അതായത് 6.022 ഇൻറ്റു 10⁻23 എണ്ണത്തിനെ എടുത്തിട്ട് ആ എണ്ണത്തിനെ നമ്മൾ എന്തിലോട്ട് മാറ്റും? ആ എണ്ണത്തിൻ്റെ അറ്റോമിക് മാസ് കണ്ടുപിടിക്കുമ്പോൾ കിട്ടും. ഓക്കെ, അപ്പോൾ യൂണിറ്റ് എന്തായിരിക്കും? അത് ഗ്രാമിലായിരിക്കും. അടുത്ത് മോളിക്കുലാർ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു മോളിക്യൂളിൻ്റെ മാസ്. എങ്ങനെ കിട്ടും? അതിൻ്റെ അറ്റോമിക് മാസുകൾ പരസ്പരം കൂട്ടുമ്പോൾ കിട്ടും. ഇതേ അറ്റോമിക് മാസ് നമ്മൾ ഒരു മോളിക്യൂളിന് പകരം ഒരു മോൾ ഓഫ് മോളിക്യൂൾ എടുത്താൽ കിട്ടുന്നതാണ് മോളാർ മാസ്. അല്ലെങ്കിൽ ഇതിനെ എന്ത് വിളിക്കും? ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് പറഞ്ഞാൽ ഒന്ന് തന്നെ. അതപ്പോൾ എന്തായിരിക്കും? ഈ കിട്ടുന്ന വാല്യൂ യുവിലായിരിക്കും. അതിനെ നേരെ ജിയിലോട്ട് മാറ്റി എഴുതിയാൽ കിട്ടും. പക്ഷേ രണ്ടും ഒന്നല്ല. ഇത് ചെറിയൊരു വാല്യൂ, ഇത് വലിയ വാല്യൂ ആണ്. ന്യൂമറിക്കൽ വാല്യൂ സെയിം ആവത്തക്ക രീതിയിലാണ് ഈ കോൺസെപ്റ്റ്. നമ്മൾ ഉദ്ദേശമേ ഇതായിരുന്നു, ഇതിനു വേണ്ടിയാണ് നമ്മളത് ചെയ്തത് എന്നാലോചിച്ചാൽ മതി. കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് വെച്ച് ചോദ്യങ്ങൾ ചെയ്യുമ്പോഴേ നമുക്ക് കൂടുതൽ മനസ്സിലാവും. ഇനി നമ്മളിപ്പോൾ പറഞ്ഞതൊക്കെ മാസിനെ വെച്ചിട്ടാണ്. വോളിയം വെച്ച് നമുക്കത് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതായത് അവഗാഡ്രോ പറഞ്ഞല്ലോ, ഈക്വൽ നമ്മൾ പ്രഷറും ടെമ്പറേച്ചറും. പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 atmosphere,
ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 273 കെൽവിൻ. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ലോക്കാക്കി വെച്ച് കഴിഞ്ഞാൽ ഏത് ഗ്യാസ് എടുത്താലും അതിൻ്റെ ഒരു മോൾ ഇരിക്കുന്ന സ്പേസ്, ഇവിടെ ഓക്സിജൻ എടുത്തോട്ടെ, ഇവിടെ ഹൈഡ്രജൻ എടുത്തോട്ടെ, ഒരു മോൾ ഇരിക്കുന്ന സ്പേസ് എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ഇത് 22.4 ലിറ്ററിന് തുല്യമായിരിക്കും. ഇത് 22.4 ലിറ്ററിന് തുല്യമായിരിക്കും. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും നമ്പർ ഓഫ് മോൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിവൺ വോളിയം ഇൻ ലിറ്റേഴ്സ് ബൈ മോളാർ വോളിയം. ഈ മോളാർ വോളിയം എപ്പോഴും എത്രയായിരിക്കും? 22.4 ആയിരിക്കും അറ്റ് STP. മോളാർ വോളിയം അറ്റ് STP. സോ മോളാർ വോളിയം അറ്റ് STP എപ്പോഴും 22.4 ആയിരിക്കും. കാരണം മോളാർ വോളിയം എന്ന് വെച്ചാൽ എന്താ? ഒരു മോൾ ഇരിക്കുന്ന വോളിയം. ആ ഒരു മോൾ ഇരിക്കുന്ന വോളിയം STP എന്ന് വെച്ചാൽ എന്താ? സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറും പ്രഷർ. അതെപ്പോഴും ഒരേ അളവായിരിക്കുമല്ലോ. അതായത് ഇപ്പോൾ ദ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ആർ കെപ്റ്റ് കോൺസ്റ്റന്റ്, ഈക്വൽ വോളിയം ഓഫ് ഓൾ ദ ഗ്യാസ്, അല്ലെങ്കിൽ ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓഫ് ഓൾ ദ ഗ്യാസസ് ഓക്കുപൈസ് സെയിം വോളിയം എന്നല്ലേ പഠിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ അതാണ് കേസ്. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഒന്നും കൂടി നമുക്ക് ചോദ്യങ്ങളിലോട്ടൊക്കെ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം, നമ്പർ ഓഫ് മോൾസ് എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുക 2 ഇക്വേഷനാണ് ഉള്ളത്. ഒന്ന് ഗിവൺ മാസ് ഇൻ ഗ്രാം ബൈ എന്താണ് ബൈ മോളിക്കുലാർ ബൈ മോളാർ മാസ്. അങ്ങനെ തന്നെ എഴുതാം, ബൈ മോളാർ മാസ്. ഓക്കെ. അടുത്ത നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുന്ന മറ്റൊരു ഇക്വേഷൻ എന്താണ്? ഗിവൺ വോളിയം ഇൻ ലിറ്റർ ബൈ മോളാർ വോളിയം അറ്റ് STP. ഈ 2 ഇക്വേഷനും നന്നായിട്ട് കാണാതെ മനസ്സിലാക്കി പഠിച്ചോ വെച്ചോ. ഇത് വെച്ചിട്ട് നമുക്ക് ചോദ്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇതിലെ ഗിവൺ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമിൽ കിട്ടുന്ന ഒരു വാല്യൂ ആയിരിക്കും. ഈ മോളാർ മാസ് എന്ന് പറയുന്നത് കിട്ടുന്നത് എങ്ങനെയായിരിക്കും? ആ മോളിക്യൂളിൻ്റെ മാസ് കിട്ടുന്നത് U, അതിനെ Gയിലോട്ട് മാറ്റുമ്പോൾ നമുക്ക് മോളാർ മാസ് കിട്ടും. ഓക്കെ. അതെങ്ങനെ കിട്ടും? അറ്റോമിക് മാസുകളെ കൂട്ടിയാൽ മതി. ഇനി ഗിവൺ വോളിയം ഇൻ ലിറ്റർ അളന്ന് നോക്കി കണ്ടുപിടിക്കും. മോളാർ വോളിയം അറ്റ് STP എന്ന് വെച്ചാൽ എപ്പോഴും എന്തായിരിക്കും? 22.4 ലിറ്റേഴ്സ് ആയിരിക്കും. ഓക്കെ. ഇനി ഒരു മോൾ ഓഫ് എനി സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ അതിനകത്ത് 6.022 ഇൻറ്റു 10⁻23 എന്തുണ്ടാവും? നമ്പർ ഓഫ് മോളിക്യൂളോ അല്ലെങ്കിൽ ആറ്റമോ കാണും. ഇനി ഒരു മോൾ ഓഫ് സബ്സ്റ്റൻസിൻ്റെ വോളിയം എന്ന് പറയുന്നത് എപ്പോഴും എത്രയായിരിക്കും? 22.4 ലിറ്റർ ആയിരിക്കും അറ്റ് STP. ഇതൊക്കെ നിങ്ങളുടെ തലയിൽ ഉണ്ടെങ്കിൽ ചോദ്യം ചെയ്യാൻ പറ്റുമോ? ഓക്കെ. അടുത്ത വരുന്ന ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഒന്നുമില്ല, ഞാൻ നേരത്തെ പറഞ്ഞു, PV = nRT. ഓക്കെ. അപ്പോൾ ഇത്രയും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തിലോട്ട് പോവാം? ചോദ്യം ചെയ്യാനായിട്ട് പോവാം. അപ്പോൾ ഒന്നും കൂടെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ, ഞാൻ ഓർത്ത് വയ്ക്കേണ്ട കാര്യങ്ങളൊന്ന് പറയാം. എന്താണ്? P1 V1 = P2 V2 ഏത് ലോ? ബോയിൽസ് ലോ. V1/T1 = V2/T2 എന്ത് ലോ? ചാൾസ് ലോ. N is proportional to V, അവഗാഡ്രോസ് ലോ, അല്ലെങ്കിൽ V is proportional to N, അവഗാഡ്രോസ് ലോ. P1 V1/T1 = P2 V2/T2 എന്ത് ലോ? കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷൻ. ഓക്കെ. അടുത്ത ഒരു മോൾ എന്ന് വെച്ചാൽ 6.022 ഇൻറ്റു 10⁻23 എണ്ണം. ഓക്കെ. ഒരു മോള് വോളിയത്തിൽ പറയുകയാണെങ്കിൽ എന്തായിരിക്കും? അത് 22.4 ലിറ്ററിന് തുല്യം ആയിരിക്കും. അടുത്ത റിലേറ്റീവ് അറ്റോമിക് മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ആറ്റത്തിൻ്റെ മാസിനെ കാർബൺ 12ൻ്റെ ഐസോട്ടോപ്പായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോൾ നമ്പർ ഓഫ് ആറ്റത്തിൻ്റെ മാസ് നമ്മൾ ഗ്രാമിൽ എഴുതുമ്പോൾ. അടുത്ത് എന്താണ് മോളിക്കുലാർ മാസ് എന്ന് വെച്ചാൽ ഒരു മോളിക്യൂളിലുള്ള ആറ്റങ്ങളുടെ മാസ് കൂട്ടുമ്പോൾ കിട്ടുന്നത് ഒരു മോളിക്കുലാർ മാസ്. എന്താണ് ഒരു മോളാർ മാസ് അല്ലെങ്കിൽ ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് വെച്ചാൽ ഒരു മോളിൻ്റെ അത്രയും നമ്മൾ എടുത്തിട്ട് അതിൻ്റെ മാസ് നമ്മൾ ഗ്രാമിൽ എഴുതുമ്പോൾ കിട്ടുന്നത്. ഇതിൻ്റെ U മാറ്റി G ആക്കിയാൽ മതി, ഇതിൻ്റെ U മാറ്റി G ആക്കിയാൽ മതി, ഈ രണ്ടാമത്തെ സാധനം കിട്ടും. അത് ഓർമ്മയുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ. നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഗിവൺ മാസ് ബൈ മോളാർ മാസ് അല്ലെങ്കിൽ ഗിവൺ വോളിയം ബൈ മോളാർ വോളിയം. ഇത് ഇത്രയും നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ നമുക്ക് ചോദ്യങ്ങളിലോട്ട് പോകാം. മോൾ കോൺസെപ്റ്റ് ആൻഡ് കെമിക്കൽ ഇക്വേഷൻ ആണ് നമുക്ക് എപ്പോഴും ചോദ്യം ഏറ്റവും കൂടുതൽ വരുന്ന ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ
പഠിക്കേണ്ട കാര്യം നമുക്ക് ചോദ്യത്തിലൂടെ തന്നെ ചെയ്ത് പഠിക്കാം. ഇനി അങ്ങോട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്വസ്റ്റ്യൻസ് ആണ്. ഇതുവരെ ചോദിച്ച പല ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. അപ്പോൾ ചെറിയ ബ്രേക്ക് എടുത്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മോൾ കോൺസെപ്റ്റ് ആൻഡ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്തിൽ നമ്മൾ പഠിക്കാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞു. എന്തിനാണ് മോൾ കോൺസെപ്റ്റ് ഉണ്ടാക്കിയത്? കെമിക്കൽ ഇക്വേഷനെ നമുക്ക് അളവിലോട്ട് മാറ്റണം, മാസിൻ്റെ അളവിലോട്ട്. കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ മോളിക്യൂളിൻ്റെ എണ്ണം പറയും. അതിനെ നമുക്ക് ഈ പറയുന്ന നമ്മൾ ജനറലി ഉപയോഗിക്കുന്നത് മാസാണല്ലോ. അപ്പോൾ ഈ മാസിൻ്റെ അളവിലോട്ട് മാറ്റിയിട്ട് കെമിക്കൽ റിയാക്ഷൻ എങ്ങനെ നടത്തിക്കാം, അല്ലെങ്കിൽ ഒരു റിയാക്ഷൻ നടക്കാൻ എത്ര റിയാക്റ്റൻ്റ് വേണം, അല്ലെങ്കിൽ റിയാക്റ്റൻ്റ് എത്ര ചേരുമ്പോൾ എത്ര പ്രോഡക്റ്റ് ഉണ്ടാകും, അളവ് വേണ്ടേ, ആ അളവിനെ പറ്റിയിട്ടാണ് ഈ മോൾ കോൺസെപ്റ്റിൻ്റെ കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ആ ഒരു കെമിക്കൽ ഇക്വേഷനെ നമ്മൾ എങ്ങനെ, കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ സംസാരിക്കുന്നത് എന്തിനെ പറ്റിയിട്ടാണ്? എണ്ണത്തെ പറ്റിയിട്ടാണ്. അത് നമ്മൾ മാസിലോട്ട് മാറ്റണം. എന്തിലൂടെ? മോളിലോട്ട് മാറ്റിയിട്ട് മാറ്റും. അപ്പോൾ മോൾ കോൺസെപ്റ്റിലൂടെയാണ് നമ്മൾ ഈ പറഞ്ഞ എണ്ണത്തിനെ മാസിലോട്ട് മാറ്റും. അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ എത്ര വേണമെന്നുള്ള കാര്യങ്ങൾ, അത് കുറച്ച് മാത്സ് ആണ് അങ്ങോട്ട് പോകുന്നത്. അതാണ് പഠിക്കാനായിട്ടുള്ളത്. ഒരു ചോദ്യം ചെയ്തുകൊണ്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വന്നൊന്ന് വിചാരിക്കാം. ഹൗ മെനി ഗ്രാം ഓഫ് വാട്ടർ വിൽ ബി ഒബ്റ്റൈൻഡ് ഇഫ് 40 grams ഓഫ് ഹൈഡ്രജൻ റിയാക്ട് കംപ്ലീറ്റ്ലി വിത്ത് ഓക്സിജൻ? അപ്പോൾ ഇങ്ങനൊരു ചോദ്യം വന്നാൽ ഇത് ഭയങ്കര സാധാരണ ഒരു ആവറേജ് കുട്ടിയുടെ കാര്യം പറയുകയാണേ. അത്യാവശ്യം എബോ ആവറേജ് കുട്ടിക്ക് ഇത് കുഴപ്പമില്ല. പക്ഷെ ഒരു ആവറേജ് ബിലോ ആവറേജ് കുട്ടി പഠിക്കുമ്പോഴത്തേക്ക് ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് ഒന്ന് തലയിൽ ഇത് കത്താൻ ബുദ്ധിമുട്ടാണ്. ഒരാൾ വന്നൊരു കാര്യം ഇതിൻ്റെ ഒരു തുടക്കം തന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ചെയ്യുമായിരിക്കും, പക്ഷെ തുടക്കം കിട്ടാൻ പാടില്ല. അപ്പോൾ നമ്മൾ അറിയാമെന്നുള്ളത് എപ്പോഴും എഴുതി വെക്കാൻ പഠിക്കാം. നമുക്ക് അറിയാമെന്നുള്ളത് നമ്മൾ ബുക്കിലോട്ട് എഴുതുക, എന്നിട്ട് അതിനൊന്ന് വായിക്കുമ്പോൾ ചിലപ്പോൾ കിട്ടും. ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഹൗ മെനി ഗ്രാംസ് ഓഫ് വാട്ടർ വേണം, പക്ഷെ അത് ഗ്രാമിലാണ് വേണ്ടത്. നമ്മൾ എപ്പോഴെങ്കിലും ഗ്രാമിൽ വാട്ടറിന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ അതിനാണ് മോൾ കോൺസെപ്റ്റ് പഠിച്ചത്. 40 gram ഓഫ് ഹൈഡ്രജൻ ഓക്സിജനുമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എത്ര ഗ്രാം വാട്ടർ കിട്ടുമെന്നാണ് അറിയാവുന്നത്. പക്ഷെ നമുക്ക് ആകെ അറിയാവുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് വെള്ളം ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് അറിയാം. എങ്ങനെയാണ്? H2 + O2 ഗീവ്സ് H2. എത്ര എളുപ്പമല്ലേ? പക്ഷേ ഇതൊരു ബാലൻസ്ഡ് ഇക്വേഷൻ ആണോ? അല്ല. അപ്പോൾ ഒരു ബാലൻസ്ഡ് ഇക്വേഷൻ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇതിൻ്റെ എണ്ണം നോക്കണം. നമുക്കറിയാം 2H2 + O2 ഗീവ്സ് 2H2 എന്നാകുമ്പോഴത്തേക്കും ഇക്വേഷൻ ബാലൻസ്. ഇവിടെ നമ്മൾ പറഞ്ഞത് എന്തിനെ പറ്റിയിട്ടാണ്? ഇവിടെ നമ്മൾ പറയുന്നത് എണ്ണത്തെ പറ്റിയിട്ടാണ്. എണ്ണം പറ്റത്തില്ല. ഇവിടെ ഗ്രാമിൻ്റെ കാര്യം ചോദിച്ചു. അപ്പോൾ നമ്മളിതിനെ ഗ്രാമിലോട്ട് എത്തിക്കണം. എങ്ങനെ എത്തിക്കണമെന്ന് വെച്ചാൽ നമ്മൾ മോൾ കോൺസെപ്റ്റ് ഉപയോഗിക്കണം. അതായത് നമ്മൾ ഈ തന്നിട്ടുള്ളതിൻ്റെ അർത്ഥം എന്താ? 2 മോളിക്യൂൾ ഓഫ് ഹൈഡ്രജൻ റിയാക്ട് വിത്ത് 2 മോളിക്യൂൾ ഓഫ് ഹൈഡ്രജൻ റിയാക്ട് വിത്ത് 1 മോളിക്യൂൾ ഓഫ് ഓക്സിജൻ ടു ഗെറ്റ് 2 മോളിക്യൂൾ ഓഫ് വാട്ടർ. മോളിക്യൂൾ എന്നാണ് പറഞ്ഞത്. നമ്മളിതിനെ ആദ്യം എന്ത് ചെയ്യണം? മോളിലോട്ട് മാറ്റും. എന്ന് വെച്ചാൽ സെയിം സാധനം. നമ്മളിതിനെ എങ്ങനെ വായിക്കണം? 2 മോള് ഹൈഡ്രജൻ റിയാക്ട് ചെയ്യുന്നു 1 മോള് ഓക്സിജനോട്, ഉണ്ടാകുന്നു 2 മോള് വാട്ടർ എന്നതാണ് നമ്മളിതിനെ വായിച്ചെടുക്കേണ്ടത്. വായിച്ചെടുത്തു. ഇനി മോളിനെ എങ്ങനെ ഗ്രാമിലോട്ട് മാറ്റും? മോളിൽ തന്ന ഒരു കാര്യത്തെ നമ്മൾ എങ്ങനെ ഗ്രാമിലോട്ട് മാറ്റും? നമുക്കറിയാം മോൾ കോൺസെപ്റ്റ് അനുസരിച്ച് നമ്പർ ഓഫ് മോൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിവൺ മാസ് ബൈ എന്താണ്? മോളിക്കുലാർ മാസ്. ഇതിൻ്റെ മാസ് ഗ്രാം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് മാസിൻ്റെ യൂണിറ്റ് അല്ലേ ഗ്രാം. അപ്പോൾ അതെന്ന് വെച്ചാൽ ഗിവൺ മാസാണ് കണ്ടുപിടിക്കാനുള്ളത്. എന്ത് ചെയ്താൽ മതി? ഈ മോളിക്കുലാർ മാസിന് നമ്പർ ഓഫ് മോൾസിനോട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഗിവൺ മാസ് കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്പർ ഓഫ് മോൾസിനെ മോളിക്കുലാർ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. നമ്മളത് ചോദിച്ചത് എന്താണ്? 40 ഗ്രാം ഹൈഡ്രജൻ. അപ്പോൾ 40 ഗ്രാം എന്ന് വെച്ചാൽ അതൊരു മാസല്ലേ. അത് ഓക്സിജനുമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എത്ര വെള്ളം ഉണ്ടാവുന്നല്ലേ ചോദിച്ചത്. അപ്പോൾ 40 ഗ്രാം ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഗ്രാമിൽ ഒരു റിലേഷൻ കിട്ടണ്ടേ? ഇപ്പം മോളിലേ കിട്ടിയേ. അപ്പോൾ ഈ മോളിൽ നമ്മൾ ഗ്രാമിൽ, അതായത് മാസിലോട്ട് മാറ്റണം. എന്ത് ചെയ്താൽ മതി? ഓരോ വസ്തുവിൻ്റെയും മോളിക്കുലാർ മാസ് അത് കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിന് ഇപ്പോൾ ഉള്ള മോളോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ ഞാൻ ആദ്യം ഹൈഡ്രജൻ്റെ കാര്യം പറയും. ഹൈഡ്രജൻ്റെ മോളിക്കുലാർ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ H2. ഒരു ആറ്റത്തിൻ്റെത് എത്രയാണ്? ഒരു ആറ്റത്തിൻ്റെത് നമ്മൾക്ക് എത്ര എങ്ങനെ പറയാൻ പറ്റും? ഒരു ആറ്റത്തിൻ്റെ ഒരു മോളിക്യൂൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒന്നിലധികം ഉണ്ട് അല്ലേ. അപ്പോൾ എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട് അല്ലേ. ഒരു ഹൈഡ്രജൻ ആറ്റത്തിനകത്ത് 1, ഇവിടെ 2 എണ്ണം ഉണ്ട്. അപ്പോൾ 2. അപ്പോൾ മോളിക്കുലാർ മാസ് എന്ന് വെച്ചാൽ എത്രയാണ്? 2. മോളിക്കുലാർ മാസ് എത്രയാണ്? 2. എത്ര എണ്ണം ഉണ്ട്? എത്ര മോളുണ്ട്? നമ്പർ ഓഫ് മോൾ എത്രയാണ്? അതും 2. അപ്പോൾ അതിൻ്റെ ഗിവൺ മാസ് എന്ന് വെച്ചാൽ എത്രയായിരിക്കും? നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു മോളിക്കുലാർ മാസ്. അപ്പോൾ 2 × 2 = 4.
മാസ് അല്ലേ, അപ്പോൾ യൂണിറ്റ് ഗ്രാം, 4 ഗ്രാം. 4 ഗ്രാം. പിന്നെ അർത്ഥം ഈ 2 മോൾ ഹൈഡ്രജൻ എന്ന് വെച്ചാൽ അതിൽ 4 ഗ്രാം ഉണ്ടെന്നാണ്. കിട്ടുന്നുണ്ടല്ലോ. 2 മോൾ ഹൈഡ്രജൻ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതിൽ 4 ഗ്രാം ഉണ്ടെന്നാണ്. ഓക്കെ, അടുത്ത് ഓക്സിജൻ. ഓക്സിജന്റെ മോളിക്കുലാർ മാസ് എത്രയാണ്? ഓക്സിജന്റെ മോളിക്കുലാർ മാസ് എത്രയാണ്? 16 ഒരു ആറ്റത്തിന്റെ മാസ്. അങ്ങനത്തെ 2 ആറ്റം ഉണ്ട്. 16 + 16 32. 32. ഓക്കെ, 32. അടുത്ത നമ്പർ ഓഫ് മോൾസ് എത്രയാണ് ഇവിടെ ഉള്ളത്? 1. അപ്പോൾ അതിൻ്റെ ഗിവൺ മാസ് എന്ന് വെച്ചാൽ എത്രയായിരിക്കും? നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു മോളിക്കുലാർ മാസ്. അപ്പോൾ 1 × 32 = 32 ഗ്രാം. കിട്ടിയല്ലോ? കിട്ടി. അടുത്ത H2O നോക്കിയേ. H2O നോക്കിയേ. H2Oൻ്റെ മോളിക്കുലർ മാസ് എത്രയാണ്? ഹൈഡ്രോജൻ്റെത് 1/2 പ്ലസ് ഓക്സിജൻ്റെ എത്രയാണ്? ഇപ്പോൾ കണ്ടുപിടിച്ചു. എത്രയാണ്? 32. അപ്പം 32 അല്ലല്ലോ. ഇവിടെ ഹൈഡ്രോജൻ്റെ ചെറിയ പ്രശ്നം. H2O അല്ലേ? H2ൻ്റെ കണ്ടുപിടിച്ചു. എത്രയാണ്? 4. ഓക്സിജൻ കണ്ടുപിടിച്ചു. എത്രയാണ്? 32. 32 4 36 ഗ്രാം എന്ന് കിട്ടി. 36 ഗ്രാം എന്ന് കിട്ടി. കിട്ടിയല്ലോ? കിട്ടി. ഇനി കാര്യത്തിലോട്ട് വന്നേ. നോക്കി, കൺഫ്യൂഷൻ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. ഇപ്പം നമ്മൾ ആദ്യം ചെയ്ത് ഇത്രയേ ഉള്ളൂ. നമുക്കൊരു വസ്തു ഉണ്ടായിരുന്നു, അത് തന്നത് മോളിക്യൂളുകളുടെ എണ്ണത്തിലായിരുന്നു. നമ്മളതിനെ മോളിൻ്റെ എണ്ണത്തിലോട്ട് മാറ്റി. നമ്മൾ അടുത്ത് തന്നെ എന്തിലോട്ട് മാറ്റി? മാസിലോട്ട് മാറ്റി. അപ്പോൾ ഇനി ഇതിൻ്റെ അർത്ഥം ഒന്ന് പറഞ്ഞേ. 2 മോൾ ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ നമുക്കിനി എങ്ങനെയാക്കാം? 4 ഗ്രാം ഹൈഡ്രജൻ ഇത് പറഞ്ഞൂടെ? അപ്പോൾ 4 ഗ്രാം ഹൈഡ്രജൻ 32 ഗ്രാം ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത സമയത്ത് എന്ത് കിട്ടി നമുക്ക്? 36 ഗ്രാം വാട്ടർ കിട്ടിയെന്നാണ് ഇതിൻ്റെ അർത്ഥം. കിട്ടിയോ? കിട്ടി. ചോദിച്ചിട്ടുള്ള എന്താ? 40 ഗ്രാം റിയാക്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും? അപ്പോൾ 4 ഗ്രാം ഹൈഡ്രജൻ റിയാക്ട് ചെയ്തപ്പോൾ 36 ഗ്രാം വാട്ടർ കിട്ടിയെങ്കിൽ 40 ഗ്രാം റിയാക്ട് ചെയ്യുമ്പോൾ എത്ര ഗ്രാം കിട്ടിയെന്നാണ് ചോദ്യം. ഇതല്ലേ ചോദ്യം? ഇത് കണ്ടുപിടിക്കാൻ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ പോരാ. ഇവനെയും ക്രോസ് ചെയ്യുക. എന്ത് കിട്ടും? 4 × x 4x 40 × 36 അല്ലെങ്കിൽ 36 × 40 എന്ന് എഴുതാം. നമുക്ക് വേണ്ടത് x ആണ്. x എങ്ങനെ കിട്ടും? 36 × 40/4. അപ്പോൾ x എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 4 4 വെട്ടി 10. 360 ഗ്രാം എന്ന് കിട്ടും. എത്ര കിട്ടും? 360 ഗ്രാം എന്ന് കിട്ടും. അതായത് 40 ഗ്രാം ഹൈഡ്രജൻ ഓക്സിജനുമായിട്ട് പൂർണ്ണമായി റിയാക്ട് ചെയ്യുമ്പോൾ നമുക്കിവിടെ 360 ഗ്രാം എന്ത് കിട്ടും? വാട്ടർ കിട്ടും. ഈ ഒരു രീതിയിലാണ് നമ്മളിവിടുത്തെ ചോദ്യങ്ങൾ ചെയ്യേണ്ടത്. ഈ ഒരു രീതിയിലാണ്. ഒന്നും കൂടെ പറഞ്ഞു തരാം. നിങ്ങളിവിടുത്തെ കാര്യം മാത്രം ശ്രദ്ധിക്കുക. നമുക്കൊരു റിയാക്ഷൻ തരുമ്പോൾ തരുന്നത് മോളിക്യൂളിൻ്റെ എണ്ണം. പക്ഷെ നമ്മളത് ചോദിച്ചത് മാസിൻ്റെ അളവ്. അപ്പോൾ എണ്ണത്തിനെ മാസാക്കി മാറ്റാൻ നമ്മൾ അതിനാദ്യം മോളാക്കി മാറ്റണം. മോളാക്കി മാറ്റിയതിനു ശേഷം അതിൽ നിന്ന് നമ്മൾ മാസ് കണ്ടെത്തണം. എങ്ങനെ? നമ്പർ ഓഫ് മോൾസിനെ ആ വസ്തുവിൻ്റെ മോളിക്കുലാർ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് മാസ് കിട്ടും. ഹൈഡ്രോജൻ്റെത് മോളിക്കുലാർ മാസ് എങ്ങനെ കിട്ടും? ആറ്റത്തിൻ്റെ മാസ് കൂട്ടിയാൽ മതി. ആറ്റത്തിൻ്റെ മാസ് പലപ്പോഴും ചോദ്യ പേപ്പറിൽ തരാറുണ്ട്. ബേസിക് ആയിട്ടുള്ള 1-2 ഇപ്പോൾ തന്നില്ലെങ്കിലേ ഉള്ളൂ. നിങ്ങൾ ഈ ഹൈഡ്രോജൻ, ഓക്സിജൻ, നൈട്രോജൻ, കാർബൺ ഒക്കെ ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. ബാക്കിയൊക്കെ സാധാരണ ചോദ്യ പേപ്പറിൽ തരാറുണ്ട്. ഓക്കെ, CBSE പിള്ളേർക്ക് അത് കാണാതെ പഠിക്കണമായിരുന്നു. നിങ്ങൾക്കത് വേണമെന്ന് തോന്നുന്നില്ല. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഓരോ ആൾക്കാർ ഹൈഡ്രോജൻ്റെ മാസ്, ഓക്സിജൻ്റെ മാസ്, വാട്ടറിൻ്റെ മാസ് നമ്മൾ കണ്ടുപിടിക്കും. എങ്ങനെ? നമ്പർ ഓഫ് മോൾസിന് മോളിക്കുലാർ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട്. എന്നിട്ട് നമ്മൾ ഈ ഇക്വേഷനെ ഒന്ന് മോഡിഫൈ ചെയ്ത് എഴുതും. 4 ഗ്രാം 32 ഗ്രാം 36 ഗ്രാം ഗ്രാമിൽ കിട്ടി. ഇനി ചോദിച്ച സാധനം കിട്ടാനായിട്ട് നമ്മൾ ഇതുപോലെ ഒരു റിലേഷൻ ക്രിയേറ്റ് ചെയ്യണം. വരച്ചങ്ങ് എഴുതിയാൽ മതി. 4 ഗ്രാം 36 ഗ്രാം തരുമെങ്കിൽ 40 ഗ്രാം എത്ര തരും? മാക്സ് ചെയ്താൽ മതി. കിട്ടുമല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ മോൾ കോൺസെപ്റ്റിന് കെമിക്കൽ ഇക്വേഷൻ്റെ ചോദ്യങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഈ പറഞ്ഞ ഇതുവരെ എക്സാംസിന് ചോദിച്ചിട്ടുള്ള ഈ ചാപ്റ്ററിലെ സകല ചോദ്യങ്ങൾ നമ്മൾ ഇനി അങ്ങോട്ട് ചെയ്യാൻ പോവുകയാണ്. സോ കോൺസെപ്റ്റ് പിടികിട്ടി കാണുമല്ലോ. 3 സ്റ്റെപ്പാണ്. 1 എണ്ണത്തിൽ എഴുതുക, മോളിൽ എഴുതുക, മോളിനെ ഗ്രാമിലോട്ട് മാറ്റുക, ഗ്രാമിൽ നിന്നൊരു ഇക്വേഷൻ ഉണ്ടാക്കി ഉത്തരം കണ്ടുപിടിക്കുക. ഇതാണ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ ആദ്യം തൊട്ട് വരികയാണ്. ഇതുവരെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളെല്ലാം ചെയ്യാൻ പോവുകയാണ്. ചോദ്യം: എ ഗ്യാസ് ഹാവിംഗ് എ വോളിയം ഓഫ് 44 ലിറ്റർ അറ്റ് 1 atmospheric pressure will compresses to 11 ലിറ്റർ അറ്റ് 4 atmospheric pressure. അസർഷൻ. അപ്പം അസർഷൻ ഇത് പെട്ടെന്ന് വായിക്കുമ്പോൾ ഒന്നും കത്തൂല. അത് സത്യസന്ധമായിട്ടുള്ള അവസ്ഥയാണ്. ഒന്നും കത്തത്തില്ല. ഇത് എന്താണ് പറയുന്നത് പിടിയിട്ടതില്ല. അപ്പം നമ്മൾ എഴുതണം. ഒരു ഗ്യാസ് ഉണ്ട്, ഹാവിങ് എ വോളിയം ഓഫ് 44 ലിറ്റർ. അപ്പോൾ വോളിയത്തിനെ V എന്നാണ് വിളിക്കുന്നത്. ആദ്യം പറഞ്ഞ വോളിയമാണ് V1. എത്ര ലിറ്ററാണ്? 44 ലിറ്റർ.
അറ്റ് 1 atmospheric പ്രഷർ. അപ്പോൾ പ്രഷർ എന്ന് പറയുന്നത് എത്രയാണ്? 1 atm ആണ്. ഇവിടെ യൂണിറ്റ് ഒന്ന് മാറ്റി വെറുതെ മെനക്കെടാൻ നിൽക്കേണ്ട. കംപ്രസ് ചെയ്ത് എത്രയാക്കി? 11 ലിറ്റർ ആക്കി. അപ്പോൾ രണ്ടാമത് പറഞ്ഞ വോളിയം അല്ലേ 11 ലിറ്റർ, അപ്പോൾ 11 ലിറ്റർ ആക്കി. പ്രഷർ എന്ന് പറയുന്നത് ഇവിടെ എത്രയാക്കി? 4 atm ആയിട്ട് കൂട്ടിയപ്പോഴാണ് സംഭവിച്ചതെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് എടുത്ത് എഴുതാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലല്ലോ. ഇനി റീസൺ അക്കോർഡിംഗ് ടു ബോയിലോ P1 V1 എന്ന് പറയുന്നത് P2 V2 ആണ്. അത് റീസൺ ആണോ? നോക്കാം. P1 × V1 എന്ന് വെച്ചാൽ എത്രയാണ്? P1 എത്രയാണ്? 1. അപ്പോൾ 1 × V1 എത്രയാണ്? 44 ഈസ് ഈക്വൽ ടു P2 4 × 11. അത് എത്രയാണ്? 44. ഇത് എത്രയാണ്? 44. രണ്ടും തുല്യമല്ലേ? അപ്പോൾ ഇത് ലോ വെരിഫൈഡ് അല്ലേ? ആണ്. അപ്പോൾ എന്താണ് ബോത്ത് A ആൻഡ് R ആർ ട്രൂ. രണ്ടും ശരിയാണ്. R ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് A അല്ലേ? 44 എന്ന് പറയുന്നത് ഒരു ATM കൊടുത്തപ്പോഴത്തേക്കും ഉണ്ടായിരുന്നു. അത് 4 ATM ആയിട്ട് നമ്മൾ പ്രഷർ ചെയ്തപ്പോൾ വോളിയം 44 എന്ന് പറഞ്ഞ് 11 ശരിയാണ്. ഏത് നിയമം? ബോയിൽ നിയമം. അപ്പോൾ ഇതാണ് ഉത്തരം. ഇങ്ങനെയാണ് ഉത്തരം എഴുതേണ്ടത്. സോ ഇതുപോലൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കിയെടുക്കാൻ എപ്പോഴും ശ്രമിക്കുക. അടുത്ത ചോദ്യം നോക്കി. അടുത്ത ചോദ്യം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ വോളിയം ആൻഡ് ടെമ്പറേച്ചർ ഓഫ് എ ഫിക്സഡ് മാസ് ഓഫ് ഗ്യാസ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ഈസ് ഇല്ലസ്ട്രേറ്റഡ് ഇൻ ദ ഗ്രാഫ്. വിച്ച് ഗ്യാസ് ലോ ഈസ് ദിസ് ഗ്രാഫ് റിലേറ്റഡ് ടു? ടെമ്പറേച്ചറും വോളിയവും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുമ്പോൾ ലോയുടെ പേര് ചാൾസ് ലോ എന്ന് പറയാൻ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. ഇഫ് ദ വോളിയം ഓഫ് ദ ഗ്യാസ് ഈസ് 150 ലിറ്റർ അറ്റ് 300 കെൽവിൻ, വാട്ട് വിൽ ബി ദ വോളിയം ഓഫ് ദ ഗ്യാസ് അറ്റ് 600 കെൽവിൻ? ഇങ്ങനെയല്ലേ ചോദ്യം ചോദിച്ചിട്ടുള്ളത്? ഒന്നും മനസ്സിലായില്ലേ? കുഴപ്പമില്ല. തന്നിട്ടുള്ള എടുത്ത് എഴുതുക. 150 ലിറ്റർ എന്ന് പറയുമ്പോൾ അത് വോളിയം ആണെന്ന് മനസ്സിലാക്കാനുള്ള വിവരം ഉണ്ടല്ലോ. 150 ലിറ്റർ. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എത്രയാണ്? 300 കെൽവിൻ. അടുത്ത പുതിയ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് T2 എന്ന് വിളിക്കാമല്ലോ. T2 എത്രയാണ്? 600 കെൽവിൻ. അവിടെയുള്ള V2 ആണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്? V1/T1 ഈസ് ഈക്വൽ ടു V2/T2. കണ്ടുപിടിക്കാനുള്ള എന്താണ്? V2. അപ്പോൾ V2 ഇവിടെ നിർത്തിയിട്ട് ഈ V1 ഈക്വൽ ടുവിൻ്റെ അപ്പുറത്ത് കൊണ്ടുപോകണം. ഇവിടെ ഡിവിഷനിൽ കിടക്കുന്ന അപ്പുറത്ത് പോകുമ്പോൾ അപ്പോൾ എന്തായിരിക്കും? അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് മാറും. അതായത് V1/T1 അവിടെ ഉണ്ട്. പിന്നെ അഡീഷണലി ആരും കൂടി കയറി വരും? ആ T2 കൂടെ കയറി വരും. അതാണ് V2. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വെച്ചിരുന്ന് തിരിച്ചെഴുതാം. ഞാനിങ്ങനെയാണെങ്കിൽ ഇങ്ങനെ എഴുതും. V2 ഈസ് ഈക്വൽ ടു നേരത്തെ എഴുതിയ പോലെ V1 × T2/T1. നോക്കി എഴുതുമ്പോൾ ശ്രദ്ധിച്ചോളണം. T1 പകരം T2 എന്നൊന്നും എഴുതി വയ്ക്കരുത്. അപ്പോൾ അടുത്ത് V1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 150 × T2 എന്ന് വെച്ചാൽ എത്രയാണ്? 600 T1 എന്ന് വെച്ചാൽ എത്രയാണ്? 300. അപ്പോൾ ഇതിൽ നിന്ന് V2 എന്ന് വെച്ചാൽ എത്രയായിരിക്കും? 0 0 വെട്ടി 0 0 വെട്ടി 3ഉം 6ഉം 2 തവണ 150 × 2 എത്രയാണ്? 300 ലിറ്റർ ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയും. 300 ലിറ്റർ. സോ 300 ലിറ്റർ കിട്ടും. 1 മാർക്കിൻ്റെ ചോദ്യമാണ്. ഇത്രയും സ്റ്റെപ്പൊന്നും എഴുതണ്ട. ഞാൻ ആദ്യത്തെ ഒരു ചോദ്യം ആയതുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നേ ഉള്ളൂ. ഓക്കെ. അടുത്ത ചോദ്യം. 10 ലിറ്റർ ഓഫ് ഓക്സിജൻ at constant temperature and pressure contains X molecules. Answer the question related to other gas samples at the same temperature and pressure. അപ്പോൾ പറഞ്ഞിട്ടുള്ള എന്താണ്? 10 ലിറ്റർ ഓക്സിജൻ, അതിനകത്ത് എക്സ് നമ്പർ ഓഫ് മോളിക്യൂൾ ഉണ്ട്. ഓക്കെ. ഹൗ മെനി മോളിക്യൂൾ ആർ ദെയർ ഇൻ 5 ലിറ്റർ ഓഫ് ഹൈഡ്രജൻ അണ്ടർ ദ സെയിം കണ്ടീഷൻ? അതായത് ഇവിടെ ടെമ്പറേച്ചറും പ്രഷറും സെയിം. അപ്പോൾ നിങ്ങൾ എവിടെ ആലോചിച്ച് നോക്കിയേ? ടെമ്പറേച്ചറും പ്രഷറും സെയിം എന്ന് പറയുന്നത് എവിടെയാണ്? അത് അവഗാഡ്രോയുടെ നിയമത്തിൽ. അവഗാഡ്രോ പറഞ്ഞ എന്താ? സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ ഈക്വൽ വോളിയം ഓഫ് ഗ്യാസസിനകത്ത് ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾ ആയിരിക്കും. അപ്പോൾ 10 ലിറ്ററിൽ എക്സ് മോളിക്യൂൾ ആണെങ്കിൽ 5 ലിറ്റർ, ഇത് ഗ്യാസിന് ബാധകമല്ല, എനി ഗ്യാസ് എന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പോൾ 5 ലിറ്റർ ഓഫ് ഇവിടെ ഏതാ ചോദിച്ചിട്ടുള്ളത്? ഏതാണ്? ഹൈഡ്രജൻ. 5 ലിറ്റർ ഓഫ് ഹൈഡ്രജനിൽ എത്ര മോളിക്യൂൾ ഉണ്ടെന്നാണ് ചോദ്യം. അവഗാഡ്രോ നിയമം പഠിച്ച് നമുക്കറിയാം, ടെമ്പറേച്ചറും പ്രഷറും സെയിം ആണെങ്കിൽ ഏത് ഗ്യാസോ ആയിക്കോട്ടെ അതിനകത്ത് ഒരു ഗിവൺ വോളിയത്തിനകത്തുള്ള മോളിക്യൂളിൻ്റെ എണ്ണം സെയിം ആയിരിക്കും. അപ്പോൾ 10 ലിറ്റർ ഓക്സിജൻ ആണെങ്കിൽ എക്സ് മോളിക്യൂൾ ആണെങ്കിൽ അവിടെ ഹൈഡ്രജൻ വന്നാലും എക്സ് മോളിക്യൂൾ, 10 ലിറ്റർ ഓഫ് ഹൈഡ്രജൻ വന്നാലും എക്സ് മോളിക്യൂൾ ആയിരിക്കും, 10 ലിറ്റർ ഓഫ് നൈട്രജൻ വന്നാലും എക്സ് മോളിക്യൂൾ ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ ചോദിച്ചത് 10 അല്ല, 5 ആണെങ്കിൽ എത്രയെന്ന് വെച്ചാൽ ഇതിൻ്റെ നേരെ പകുതിയായിരിക്കും. 10ൻ്റെ പകുതിയല്ലേ 5. അപ്പോൾ ഇവിടെ എത്രയായിരിക്കും? x/2 നമ്പർ ഓഫ് മോളിക്യൂൾസ് കാണും. x/2 നമ്പർ ഓഫ് മോളിക്യൂൾസ് കാണൂലേ? ഇനി നിങ്ങൾ ഇതിനെ ക്രോസ് എഴുതി നോക്കിയാൽ നേരത്തെ ചെയ്ത പോലെ ഇങ്ങനെ എഴുതണ്ട.
ചെയ്തു നോക്കി. അറിഞ്ഞൂടാത്ത ആളെ ഞാൻ എ എന്ന് വിളിച്ചു. ഒന്ന് എടുത്തു നോക്കി. ഓക്സിജനും ഹൈഡ്രജനും ഇവിടെ പ്രസക്തി ഇല്ലല്ലോ, അപ്പോൾ അവരെ മാച്ച് കളയാമല്ലോ. അപ്പോൾ എന്താണ് 10 ഇൻറ്റു എ ഗീവ്സ് 5 ഇൻറ്റു എക്സ്. നമുക്ക് വേണ്ടത് എ അല്ലേ. അപ്പോൾ എ ഇസ് ഈക്വൽ ടു 5x ബൈ ഈ 10 താഴെ പോകുമ്പോൾ ഡിവിഷൻ. സോ എ ഇസ് ഈക്വൽ ടു 5/10 എന്ന് വെച്ചാൽ 1/2x. അതായത് എ ഇസ് ഈക്വൽ ടു എന്താണ് x/2 കിട്ടിയല്ലോ. അടുത്ത വാട്ട് വിൽ ബി ദ വോളിയം ഓഫ് 3x മോളിക്യൂൾസ് ഓഫ് CO2. O2 ആയാലും CO2 ആയാലും മാറ്റമൊന്നുമില്ല. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, എക്സ് മോളിക്യൂളിൽ 10 ലിറ്റർ ഉണ്ട്. തിരിച്ചൊന്ന് എഴുതി ഞാനിതിനെ. അങ്ങനെയാണെങ്കിൽ 3x മോളിക്യൂളിൽ എത്ര 10 × 3 30 ലിറ്റർ കാണും. കാണത്തില്ലേ? ഇതല്ലേ അർത്ഥം. നോക്കടാ, എക്സ് 10 ലിറ്ററിൽ എക്സ് മോളിക്യൂൾ ഉണ്ടെങ്കിൽ എക്സ് മോളിക്യൂളിൽ 10 ലിറ്റർ ഉണ്ടെന്ന് എഴുതിക്കൂടെ. അപ്പോൾ 3x മോളിക്യൂളിൽ എത്ര 10 × 3 30 ലിറ്റർ എന്ന് എഴുതിക്കൂടെ. എഴുതാം. ഇതാണ്. അപ്പോൾ ഈ ലോജിക്കൽ തിങ്കിങ് ആണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവരേണ്ടത്. ഇത് ഒരു തവണ വായിച്ചതുകൊണ്ട് പഠിച്ചതുകൊണ്ടോ കിട്ടത്തില്ല. വിത്ത് കോൺസ്റ്റന്റ് പ്രാക്ടീസ് പറ്റാവുന്ന അത്രയും ചോദ്യങ്ങൾ ഒപ്പിച്ച് ചെയ്ത് പഠിക്കുക. അടുത്ത് 14ാമത്തെ ചോദ്യമാണ്. എന്താണ് ചോദിച്ചിട്ടുള്ളത്? നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാസ് CO2 ആൻഡ് SO2 ആർ കെപ്റ്റ് അറ്റ് STP. CO2 SO2 STPയിലാണ്. ദെയർ വോളിയം ഈസ് 112 ലിറ്റർ. അപ്പോൾ STP എന്ന് കാണുമ്പോൾ തന്നെ നമ്മൾ എവിടെ പറയണം? STP എന്ന് കണ്ടാൽ തന്നെ നമ്മുടെ മൈൻഡിൽ എന്ത് വരണം? അറ്റ് STP 1 മോൾ ഓഫ് എനി ഗ്യാസ് കണ്ടെയ്ൻ 22.4 ലിറ്റർ. ഓർമ്മയുണ്ടല്ലോ, അത് ഓർമ്മ. ചോദ്യം, വാട്ട് ഈസ് ദ വോളിയം ഓഫ് 1 മോൾ ഓഫ് ഗ്യാസ് അറ്റ് STP? 1 മോൾ ഓഫ് എനി ഗ്യാസ് അറ്റ് STP വിൽ ഓക്യുപ്പൈ 22.4 ലിറ്റേഴ്സ്. കാരണം അവഗാഡ്രോ പറഞ്ഞ കാര്യമാണ്. അടുത്ത്, വാട്ട് ഈസ് ദ മാസ് ഓഫ് 112 ലിറ്റർ ഓഫ് CO2? മാസ് കണ്ടുപിടിക്കണം. എന്തിൻ്റെ? 112 ലിറ്റർ CO2-ൻ്റെ മാസ് നമുക്ക് കണ്ടുപിടിക്കണം. എന്ത് കണ്ടുപിടിക്കണം? നമുക്ക് മാസ് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? മാസ് കണ്ടുപിടിക്കാൻ നമുക്ക് ഉള്ള ഏക വഴി നമ്പർ ഓഫ് മോൾസിൻ്റെ ഇക്വേഷൻ എഴുതിയേ. എന്താണ്? ഗിവൺ വോളിയം ബൈ മോളാർ വോളിയം ആണ് STP. പക്ഷേ ഇവിടെ ചോദിച്ചിട്ടുള്ളത് മാസ്സാണ്. അപ്പോൾ മാസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയായിരിക്കും? നമുക്കറിയാം നമ്പർ ഓഫ് മോൾസിന് മറ്റൊരു ഇക്വേഷൻ കൂടിയുണ്ട്, ഗിവൺ മാസ് ബൈ മോളിക്കുലാർ മാസ്. പക്ഷേ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മോളിക്കുലാർ മാസ് ഉണ്ട്. ഗിവൺ മാസാണ് കണ്ടുപിടിക്കേണ്ടത്. എന്തില്ല? നമ്പർ ഓഫ് മോൾസ് ഇല്ല. അപ്പോൾ ഈ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനായിട്ടാണ് ഈ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് തന്നിരിക്കുക. ആദ്യ സ്റ്റേറ്റ്മെൻറ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? CO2 SO2 STPയിൽ ഇരിക്കുക. CO2 SO2 STP ഇരിക്കുകയാണ്. അതിൻ്റെ വോളിയം എത്ര? 112 ലിറ്ററാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കടാ. എടാ, 1 മോൾ ഓഫ് എനി സബ്സ്റ്റൻസ് 22.4 ലിറ്റർ ആണെങ്കിൽ ആ 112 ലിറ്ററിൽ എത്ര മോൾ ഉണ്ടാകും എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റൂലേ? ഇവിടെ നമുക്ക് നമ്പർ ഓഫ് മോൾസ് ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ആ നമ്പർ ഓഫ് മോൾസ് തരാനാണ് നമുക്കിവിടെ മുന്നത്തെ ഒരു സാധനം തന്നേക്കുന്നത്. അപ്പോൾ അവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണ്? 1 മോൾ. അതിനാദ്യം ഹിൻ്റാണ് തന്നിട്ടുള്ളത് അല്ലേ. വോളിയം ഓഫ് 1 മോൾ എന്ന് വെച്ചാൽ 22.4 ആണെങ്കിൽ 112 ലിറ്ററിൽ എത്ര മോൾ ഉണ്ടാവുമെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റൂലേ? പറ്റും. ഉറപ്പായിട്ടും പറ്റും. എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ ഇവിടെ നിന്ന് എഴുതിയേ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ. 1 × 112 22.4 × x. അപ്പോൾ ഇതിൽ നിന്ന് എക്സ് കിട്ടാനായിട്ട് 22.4 ഇപ്പുറത്ത് കൊണ്ടുവരണം. അപ്പോൾ എങ്ങനെ വരും? 112/22.4. ഇത് ഞാൻ സാധാരണ ഒരാൾക്ക് വേണ്ടി പറഞ്ഞതാണ്. ലോജിക്കുള്ളവന് ഇത് ഒറ്റ സ്റ്റെപ്പിൽ എഴുതിയൊക്കെ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. എക്സ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? എക്സ് കിട്ടും അല്ലേ. അപ്പോൾ ഇത് നമുക്ക് എക്സ് എന്ന് വെച്ചാൽ എന്താണ്? ഈ പറയുന്ന 112 ഡിവൈഡഡ് ബൈ 22.4. അപ്പോൾ എക്സ് എന്ന് വെച്ചാൽ എത്ര കിട്ടും? നമുക്ക് 5 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് 5. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മാസ്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മാസ് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോക്കി, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മാസ് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? അപ്പോൾ നമുക്കിവിടെ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോക്കി, ഗിവൺ മാസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് 5 ഇൻറ്റു മോളിക്കുലാർ മാസ് 44 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 5 × 44 നമുക്ക് 220 ഗ്രാം എന്ന് കിട്ടും. അടുത്ത, ഹൗ മെനി മോളിക്യൂൾസ് ആർ പ്രസൻറ്റ് ഇൻ SO2? അടുത്ത സിയിൽ കണ്ടുപിടിക്കാനുള്ള നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ്. അപ്പോൾ മോളിക്യൂൾസിൻ്റെ എണ്ണം എന്ന് വെച്ചാൽ എന്താ? 1 മോൾ ഓഫ് സബ്സ്റ്റൻസിൽ 6.022 × 10⁻23 എന്തുണ്ട്? മോളിക്യൂൾ ഉണ്ട്.
അങ്ങനെയാണെങ്കിൽ SO2-ൽ എത്ര മോളിക്യൂൾ ഉണ്ടെന്ന് അറിയാൻ SO2-ൽ എത്ര മോൾ ഉണ്ടെന്ന് കണ്ടുപിടിച്ചാൽ പോരെ, എന്നിട്ട് 6.0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. അപ്പോൾ നമുക്ക് SO2-ഉം CO2-ഉം ഒരേ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറിലും പ്രഷറിലുമാണ് ഇരിക്കുന്നത്. എങ്കിൽ ഇവർ രണ്ടുപേരിലകത്തുള്ള വോളിയം സെയിം ആണെങ്കിൽ അവരുടെ നമ്പർ ഓഫ് മോൾസും സെയിം അല്ലേ. സോ നമുക്ക് പറയാം SO2 ഹാസ് എത്ര 5 മോൾസ്. സോ ഇറ്റ് ഹാസ് 5 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 നമ്പർ ഓഫ് എന്താണ് മോളിക്യൂൾസ് ഉണ്ടെന്ന് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഉത്തരം എഴുതേണ്ടത്. ഈസി ആണോ എന്ന് ചോദിച്ചാലല്ല, കോൺസെപ്റ്റുകൾ ചെയ്തു വരണം. അടുത്ത ചോദ്യം, എ കെമിക്കൽ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് അറ്റ് STP. ഒരു കെമിക്കൽ റിയാക്ഷൻ എന്ത് ചെയ്യാണ്, STPയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. റിയാക്ഷൻ തന്നിട്ടുണ്ട് CH4 + 2O2 is CO2 + 2H2O. How many moles of methane are required to react with 10 moles of oxygen? അപ്പോൾ നമ്മൾ തന്നിട്ടുള്ള കാര്യം ആദ്യം പറയണം. ഞാൻ പറയും, തന്നിട്ടുള്ള കാര്യം പറഞ്ഞത് എപ്പോഴും എന്തിൻ്റെ അളവിലാണ്, മോളിക്യൂളിൻ്റെ അളവിലാണ്. സോ ആ നമ്പർ അതേപോലെ തന്നെ നമ്മൾ എഴുതി കഴിഞ്ഞാൽ അവിടെ എന്തായി മാറും, അത് മോളായിട്ട് മാറും. ആ സ്റ്റെപ്പ് ഞാനിവിടെ എഴുതുന്നില്ല, മോളായിട്ട് മാറും. പിന്നെ അർത്ഥം എന്താണ് മനസ്സിലാക്കിയാൽ നമുക്കൊന്ന് എഴുതാം. 1 മോള് CH4, അപ്പം മീഥെയിൻ അല്ലേ, 4 മീഥെയിൻ റിയാക്ട് ചെയ്യുന്നു 2 മോള് ഓക്സിജനുമായിട്ട്. നമുക്ക് 1 മോള് CO2-വും 2 മോള് H2O-യും കിട്ടി. ചോദിച്ചിട്ടുള്ളത് ഹൗ മെനി മോൾ ഓഫ് മീഥെയിൻ ഈസ് റിക്വയർഡ് ടു റിയാക്ട് വിത്ത് 10 മോൾ ഓഫ് ഓക്സിജൻ. 10 മോൾ ഓഫ് ഓക്സിജൻ. അപ്പോൾ നമുക്കറിയാം 1 മോള് മീഥെയിൻ 2 മോള് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ കുഴപ്പമില്ല. ഇവിടെ ചോദിച്ചിട്ടുള്ളത് 2 മോളല്ല, 10 മോള് ഓക്സിജനോടൊപ്പം റിയാക്ട് ചെയ്യാൻ എത്ര മോള് മീഥെയിൻ വേണം. ഇതല്ലേ എൻ്റെ അർത്ഥം. നമുക്ക് ഇക്വേഷനിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലായി, 1 മോള് മീഥെയിൻ എപ്പോഴും റിയാക്ട് ചെയ്യുന്ന 2 മോള് ഓക്സിജനുമായിട്ടായിരിക്കും, എന്നിട്ടായിരിക്കും CO2-വും H2O-യും ഉണ്ടാവും. ചോദിച്ചിട്ടുള്ളത് എന്താണ്, ഹൗ മെനി മോൾ ഓഫ് മീഥെയിൻ ഈസ് റിക്വയർഡ് ടു റിയാക്ട് വിത്ത് 10 മോൾസ് ഓഫ് ഓക്സിജൻ. 10 മോൾ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യാൻ എത്ര വേണം. 1 2 റിയാക്ട് ചെയ്യുമെങ്കിൽ 10 റിയാക്ട് ചെയ്യാൻ എത്ര വേണമെന്ന് ചോദിച്ചാൽ ലോജിക് ഉള്ളവൻ ഇപ്പോൾ തന്നെ എടുത്ത് എഴുതാം. അല്ലാത്ത ആൾക്കാർക്ക് വേണ്ടി പറയുകയാണ്, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 10 ഈ 1ഉം 10ഉം കൂടി 10, x 2ഉം കൂടെ 2x. ഇതിൽ നിന്നും x എന്ന് വെച്ചാൽ എന്തായിരിക്കും, 2 ഇപ്പുറത്ത് പോവും. അപ്പോൾ എന്തായിരിക്കും, 10/2 ആണ് x എന്ന് പറയുന്നത്. അതായത് ഇവിടെ x എന്ന് പറയുന്നത് എത്രയായിരിക്കും, 5 ആയിരിക്കും, 5 മോള്. ഓക്കെ, അപ്പോൾ 10 മോൾ ഓക്സിജനുമായിട്ട് 5 മോൾ മീഥെയിനായിരിക്കും റിയാക്ട് ചെയ്ത്. ഒറ്റ സ്റ്റെപ്പിൽ എഴുതാൻ ഞാൻ വലിച്ചു നീട്ടിയതല്ല, സാധാരണ ഒരു മീഡിയം കുട്ടിക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത്. അടുത്ത്, കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് ദ വോളിയം ഓഫ് CO2. CO2-ൻ്റെ വോളിയം കണ്ടുപിടിക്കണം. എപ്പോഴാണ്, ഇഫ് 64 ഗ്രാം ഓഫ് മീഥെയിൻ ഈസ് കംപ്ലീറ്റ്ലി ബേൺഡ്. അപ്പോൾ 64 ഗ്രാം മീഥെയിൻ കംപ്ലീറ്റ് ആയിട്ട് ബേൺ ആകുമ്പോൾ ഉണ്ടാകുന്ന CO2-ൻ്റെ വോളിയം കണ്ടുപിടിക്കണം. അപ്പോൾ ഈ വോളിയം എന്താണ്, മാസ് എന്താണ് എന്നൊക്കെ ഉള്ള കാര്യമൊക്കെ നിങ്ങൾ ഒന്ന് നോക്കി വയ്ക്കണം കേട്ടോ, മാറിപ്പോലും. ചോദിച്ചിട്ടുള്ളത് എന്താണ്, കാൽക്കുലേറ്റ് ദ വോളിയം ഓഫ് CO2. CO2 വേണം. CO2 ഇവിടെ കിടക്കുന്നത്, CO2 എപ്പോഴാണ്, ഇഫ് 64 ഗ്രാം ഓഫ് മീഥെയിൻ, 64 ഗ്രാം മീഥെയിൻ റിയാക്ട് ചെയ്യുമ്പോൾ എത്ര ഗ്രാം കിട്ടും. അപ്പോൾ നമുക്കിവിടെ മോളേ ഉള്ളൂ, ഗ്രാം എന്ന് പറഞ്ഞാൽ അത് മാസാണ്. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഇവിടുത്തെ ഈ ഇക്വേഷനിൽ തന്നിട്ടുള്ളത് മോളിലാണ്, ഇതിനെ മാസിലോട്ട് മാറ്റും. അതായത് മീഥെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മാസ് ഓഫ് മീഥെയിൻ എങ്ങനെ കണ്ടുപിടിക്കും, ഗിവൺ മാസ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു മോളിക്കുലാർ മാസ്. നമ്പർ ഓഫ് മോൾസ് ഇക്വേഷൻ തന്നെ ഉണ്ട് 1 ആണെന്ന്, മോളിക്കുലാർ മാസ് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട് 16 ആണ്. അപ്പോൾ ഗിവൺ മാസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 16. അടുത്ത് നമുക്ക് വേണ്ടത് ആരാണ്, കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഇപ്പോഴത്തെ മാസ് അറിയാൻ വേണ്ടി നമുക്ക് ഗിവൺ മാസ് കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് മോൾസ് എത്രയാണ്, ഇവിടെ 1 ആണ് ഉണ്ടാവും. അപ്പോൾ 1. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് എന്ന് വെച്ചാൽ എത്രയാണ്, 1. അതിൻ്റെ മോളിക്കുലാർ മാസ് എന്ന് വെച്ചാൽ എത്രയാണ്, അത് 44 തന്നിട്ടുണ്ട്. അപ്പം ഗിവൺ മാസ് എന്ന് വെച്ചാൽ എന്താണ്, 44 ഇൻറ്റു 1. 44 ഇൻറ്റു എന്തെന്ന് വരും, 1 എന്ന് വരും. അപ്പോൾ നമുക്ക് എത്ര കിട്ടി,
44 ഗ്രാം എന്ന് കിട്ടും. സോ നമുക്കിവിടെ എഴുതി കൂടെ. ഇവിടെ നമുക്ക് എന്ത് എഴുതാം നോക്കിക്കോ. 16 ഗ്രാം മീഥെയിൻ റിയാക്ട് ചെയ്താൽ നമുക്ക് 44 ഗ്രാം എന്ത് കിട്ടും? CO2 കിട്ടും. അങ്ങനെയാണെങ്കിൽ 64 ഗ്രാം മീഥെയിൻ റിയാക്ട് ചെയ്താൽ എത്ര CO2 കിട്ടും? ഇതാണല്ലോ ചോദ്യം. എന്ത് ചെയ്താൽ മതി? നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? എങ്ങനെ ചെയ്യും? അറിഞ്ഞിടാത്ത ആളെ എക്സ് എന്ന് ഇടാം. അപ്പോൾ 16x 64 × 44. സോ എക്സ് ഈസ് ഈക്വൽ ടു 64 × 44/16. അപ്പോൾ 64 × 44/16 എന്ന് പറഞ്ഞ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എത്ര കിട്ടും? 176 ഗ്രാം എന്ന് കിട്ടും. എത്ര കിട്ടും? 176 ഗ്രാം എന്ന് കിട്ടും. ഇത് ഇത്ര ഒന്നും ബുദ്ധിമുട്ടാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. സിമ്പിളായിട്ട് ചെയ്യുന്നതാണ് എളുപ്പം. പക്ഷേ ഞാനത് എന്ത് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് സ്ട്രെസ് ചെയ്യുന്നില്ല. കാരണം നമ്മൾ ചോദ്യപേപ്പർ വർക്കൗട്ട് ചെയ്തപ്പോൾ ഞാൻ സിമ്പിളായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് സ്റ്റെപ്പ് പോലെ പറഞ്ഞത് ഇതാണ് ഉത്തരം. 176 ഗ്രാം ഓഫ് CO2 കിട്ടും. 176 ഗ്രാം ഓഫ് CO2 കിട്ടും. അപ്പോൾ 64 ഗ്രാം ഓഫ് മീഥെയിൻ കംപ്ലീറ്റ് ആയിട്ട് എത്തുമ്പോഴത്തേക്കും നമുക്ക് 176 ഗ്രാം കിട്ടും. പക്ഷേ മാസേ കിട്ടിയുള്ളൂ. ഇവിടെ വോളിയം കൂടെ ചോദിച്ചിട്ടുണ്ട്. ഇതോടെ ചോദിച്ചിട്ടുണ്ട്, നമുക്ക് വോളിയം കൂടെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കും? ഇതിൻ്റെ അർത്ഥം എന്താ നോക്കടാ. 1 മോള് മീഥെയിൻ കത്തുമ്പോൾ നമുക്ക് 1 മോള് CO2 കിട്ടും. 1 മോള് CO2 കിട്ടും. 16 ഗ്രാം ഈ പറയുന്ന എന്താണ്? 16 ഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് 1 മോളാണ്. അതെന്താണ്? 1 മോളാണ്. അപ്പോൾ 1 മോള് CO2 കൺഫ്യൂഷൻ ആയില്ലേ? നോക്ക് ഒന്നുകൂടി. വോളിയമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് എന്തുണ്ട്? നമ്മളിവിടെ എന്തുണ്ട്? നമ്മളിവിടെ മാസ് ഉണ്ട്. 176 ഗ്രാം എന്ന് പറയുന്നത് മാസ് ഉണ്ട്. അപ്പോൾ ഈ മാസ് ഉള്ളപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ പറ്റും. പറ്റൂലേ? പറ്റും. ആലോചിച്ച് നോക്കിയേ. 176 ഗ്രാം CO2 എന്ന് വെച്ച് കഴിഞ്ഞാൽ 176 ഗിവൺ മാസ് ബൈ മോളിക്കുലാർ മാസ് എത്രയാണ്? 44. ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 4 മോളൊന്ന് കിട്ടും. എത്ര കിട്ടും? 4 മോളൊന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നോക്കിയേ, 4 മോളൊന്ന് കിട്ടി. അപ്പോൾ 1 മോളിന് 22.4 ലിറ്റർ ആണെങ്കിൽ 4 മോളിന് എത്രയാണ്? 4 × 22.4. അപ്പോൾ നമ്മൾ 4 × 22.4 കിട്ടും. നോക്കി 89.6 ലിറ്റർ എന്ന് കിട്ടും. വോളിയം 89.6, മാസം എന്ന് വെച്ചാൽ 176 ഗ്രാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ദ സൈസ് ഓഫ് ദ എയർ ബബിൾസ് കമ്മിങ് അപ്പ് ഫ്രം ദ ബോട്ടം ഓഫ് എൻ അക്വേറിയം ഇൻക്രീസസ്. വിച്ച് ലോ? ബോയിൽസ് ലോ. സ്റ്റേറ്റ് ദ ലോ എന്താണ്? ടു കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ പ്രഷർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം. സിമ്പിൾ ചോദ്യം. ഓക്കെ, അടുത്ത ചോദ്യം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എ സാമ്പിൾ ഓഫ് CO2 കണ്ടെയ്ൻസ് 176 ഗ്രാം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ ഒരു CO2 ഗ്യാസിൻ്റെ സാമ്പിളിൽ 176 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. വാട്ട് ഈസ് ദ വോളിയം ഓഫ് ദ സാമ്പിൾ അറ്റ് STP? അപ്പോൾ നോക്കിയേ, ഒരു സാമ്പിൾ 176 ഗ്രാം CO2ൻ്റെ വോളിയം കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ ഗിവൺ മാസിനെ അതിൻ്റെ മോളിക്കുലാർ മാസ്സായിട്ടുള്ള 44 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ ഈ പറയുന്ന 174 നമ്മൾ 44 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 4 എന്ന് കിട്ടും. അപ്പോൾ 4 മോൾ എന്ന് കിട്ടും. വോളിയമാണ് ചോദിച്ചിട്ടുള്ളത്. 1 മോള് ഇരിക്കാൻ വേണ്ടത് 22.4 ആണെങ്കിൽ 4 മോൾ ഇരിക്കാൻ വേണ്ടത് 4 × എന്താണ്? 22.4. അപ്പോൾ ഈ 4 × 22.4 നമുക്ക് എത്ര കിട്ടും? 89.6 ലിറ്റർ എന്ന് കിട്ടും. അല്ലെ 89.6 ലിറ്റർ എന്ന് കിട്ടും. 89.6 അല്ലേ വരും? 89.6 നമുക്ക് കിട്ടും. ഓക്കെ, 89.6 നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അതാണ് ഇതിനകത്ത് വരുന്നത്. അവിടെ തന്നെ ബി പാർട്ട് നോക്കിയേ. ഹൗ മെനി ഗ്രാംസ് ഓഫ് കാർബൺ ഷുഡ് ബി ബേൺ ടു ഗെറ്റ് എൻ എമൗണ്ട് ഓഫ് CO2? ഓക്കെ, അപ്പോൾ ഗെറ്റ് ദിസ് എമൗണ്ട് ഓഫ് CO2. അപ്പോൾ നമുക്ക് എന്ത് വേണം? നമുക്ക് നോക്കിയേ, 176 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് കത്താനായിട്ട് നമ്മൾ എത്ര ഗ്രാം കാർബൺ ഉപയോഗിക്കണമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നല്ലൊരു ചോദ്യമാണ്. നോക്കി, ഇവിടെ ചോദ്യം പറഞ്ഞേക്കുന്നത് നോക്കി. നമുക്കറിയാം C+O2 ഗീവ്സ് എന്താണ്? CO2. ചോദിച്ചിട്ടുള്ളത് എന്താ? ഹൗ മെനി ഗ്രാംസ് ഓഫ് കാർബൺ. അപ്പോൾ നമുക്ക് ഇവിടെ CO2 എന്ന് പറയുന്നത് 176 ഗ്രാം. അപ്പോൾ 176 ഗ്രാം CO2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അത് എത്ര മോളിന് ഈക്വലാണ്? 4 മോളിന് ഈക്വലാണ്. അപ്പോൾ നമുക്കിവിടെ എഴുതി കൂടെ, 1 മോള് കാർബൺ കത്തിയാൽ നമുക്ക് 1 മോള് CO2 കിട്ടും. അങ്ങനെയാണെങ്കിൽ 4 മോള് CO2 കിട്ടാൻ നമുക്ക് എത്ര വേണം? 4 മോള് കാർബൺ വേണം.
ഈ 4 മോള് കാർബണിൻ്റെ മാസ് എത്രയാണെന്ന് അറിയണ്ടേ? 4 മോള് കാർബണിൻ്റെ മാസ് എങ്ങനെ കണ്ടുപിടിക്കും? മാസ് കണ്ടുപിടിക്കുന്ന ഒറ്റ ഫോർമുലയേ ഉള്ളൂ. എന്താണ് മാസ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഫോർമുല? നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു മോളിക്കുലാർ മാസ്. പക്ഷേ ഇവിടെ കാർബൺ ആണ്, അപ്പോൾ ആറ്റം ആണ്, അപ്പോൾ എന്താണ് അറ്റോമിക് മാസ് എന്ന് ആക്കിക്കോളും. സോ എന്നു വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 4 ഇൻറ്റു അറ്റോമിക് മാസ് എത്ര? 12. അപ്പോൾ നമുക്ക് എത്ര വരും? 12 ഇൻറ്റു 12, 24, 36, 48 ഗ്രാം എന്ന് ഇവിടെ ഉത്തരം കിട്ടും. ഓക്കെ, 48 ഗ്രാമാണ് നമ്മുടെ ഉത്തരം എന്ന് പറയും. അടുത്ത ചോദ്യം, 2H2 + O2 gives 2H2O, formation of water. What is the mass of oxygen gas needed to get 36 grams of water? പക്ഷേ ഇവിടെ നോക്കിയേ, 36 ഗ്രാം ഓഫ് വാട്ടർ കിട്ടാൻ എത്ര ഓക്സിജൻ വേണം? ഇവിടെ തന്നിട്ടുള്ള എന്താണ്? 2 മോള് ഹൈഡ്രജൻ റിയാക്ട് ചെയ്യുന്നു, 1 മോള് ഓക്സിജനുമായിട്ട് നമുക്ക് 2 മോള് വാട്ടർ കിട്ടുന്നു. ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യം ചെയ്ത് പഠിച്ചിട്ടുള്ളതുകൊണ്ട് നമുക്കറിയാം എന്താണത്. 4 ഗ്രാം ഹൈഡ്രജനും 32 ഗ്രാം ഓക്സിജനും കൂടെ ചേരുമ്പോഴാണ് 36 ഗ്രാം എന്ത് കിട്ടുന്നത്? വാട്ടർ കിട്ടുന്നത്. ഇത് ചെയ്ത് പഠിച്ച കുട്ടിക്ക് അറിയാം, അല്ലെങ്കിൽ ഓരോന്നിൻ്റെയും മറ്റേ മോളിക്കുലർ മാസ് വെച്ച് കണ്ടുപിടിക്കണം. ഓക്കെ, ചോദ്യം എന്താണ്? 36 ഗ്രാം വാട്ടർ കിട്ടാൻ എത്ര ഗ്രാം ഓക്സിജൻ വേണം? 32. സോ 32 ഗ്രാമാണ് എയുടെ ഉത്തരം എന്ന് പറയും. ഓക്കെ, ബി, ഫൈൻഡ് ദ വോളിയം ഓഫ് ഹൈഡ്രോജൻ ഗ്യാസ് നീഡഡ് ടു ഗെറ്റ് 22.4 ലിറ്റർ ഓഫ് H2O. 22.4 ലിറ്റർ ഓഫ് H2O എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എത്ര തന്നെയാണടാ? അത് 1 മോളാണ്. അപ്പോൾ നമുക്കറിയാം ഈ ഇക്വേഷൻ, ഈ മെയിൻ ഇക്വേഷൻ നമ്മൾ എപ്പോഴും എഴുതി വെച്ചോളൂ, ഇതാണ് കാര്യം പറയുന്നത്. ഓക്കെ, ചോദിച്ചിട്ടുള്ളത് എന്താണ്? 22.4 ലിറ്റർ ഓഫ് H2O. 22.4 ലിറ്റർ ഓഫ് H2O എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മോൾ H2O. 1 മോൾ H2O കിട്ടാൻ വേണ്ടിയിട്ട് എത്ര H2 വേണമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് എന്തറിയാം? 2 മോൾ വെച്ച് 2 മോൾ കിട്ടുമെങ്കിൽ 1 മോൾ വെച്ച് എത്ര വേണം? 1 മോൾ. അപ്പോൾ എന്താണ് ഉത്തരവ് എന്ന് പറയുന്നത്? നമുക്കിവിടെ 1 മോൾ മതി. ഒരേ ഇവിടെ 2 മോൾ എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കിയേ, 2 മോൾ ഹൈഡ്രജൻ വാട്ടർ തരുമെങ്കിൽ 1 മോൾ വാട്ടർ തരാൻ 1 മോൾ H2O എത്ര മതി? 1 മോൾ H2O. അപ്പോൾ വോളിയം എന്ന് വെച്ചാൽ 1 മോളിൻ്റെ വോളിയം എത്രയാണ്? അത് 22.4 ലിറ്റർ ആണ്. സോ കറക്റ്റ് ഉത്തരം എന്താണ്? അപ്പോൾ 22.4 ലിറ്റർ ഓഫ് ഹൈഡ്രജൻ മതിയാകും. 22.4 ലിറ്റർ ഓഫ് ഹൈഡ്രജൻ മതിയാകും നമുക്ക്. ഓക്കെ, ശരി. അപ്പോൾ 22 ലിറ്റർ മതി. മൂന്നാമത്തെ പാർട്ട് സ്റ്റേജൊക്കെ വന്നുകൊണ്ടിരിക്കുക. അടുത്ത, ഇഫ് വി ടേക്ക് 4 grams of hydrogen, how much grams of oxygen should be taken to react completely with hydrogen? Okay, അപ്പോൾ 4 ഗ്രാം ഹൈഡ്രജൻ നമ്മൾ എടുത്തു. 4 ഗ്രാം ഹൈഡ്രജൻ എടുത്തു. ഈ ഹൈഡ്രജനുമായിട്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ഗ്രാം ഓക്സിജൻ വേണമെന്ന് ചോദിച്ചാൽ ഉത്തരം എത്രയാണ്? 32 ഗ്രാം ഓക്സിജൻ വേണം. 32 ഗ്രാം ഓക്സിജൻ വേണം. അതെങ്ങനെയാണ് കിട്ടിയത്? ഞാൻ ഈ സ്റ്റെപ്പ് എടുത്ത് എഴുതിയത് കൊണ്ടാണ്. ഈ സ്റ്റെപ്പ് കണ്ടുപിടിക്കുന്നത് നമ്മൾ ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് ഞാൻ ആ സ്റ്റെപ്പ് എഴുതാത്തത്. നിങ്ങൾ പരീക്ഷയ്ക്ക് ചെയ്യുമ്പോൾ ആ സ്റ്റെപ്പ് എഴുതണം. അതായത് ഇതിൻ്റെ എന്ത് ചെയ്യണം? ഗിവൺ മാസിന് അല്ലെങ്കിൽ നമ്പർ ഓഫ് മോൾസിനെ മോളിക്കുലർ മാസിന് മൾട്ടിപ്ലൈ ആണ്, ഇവൻ്റെ മൾട്ടിപ്ലൈ ആണ്, അങ്ങനെ ഈ ഇക്വേഷൻ കിട്ടത്തുള്ളൂ. ഇത് എഴുതി കഴിഞ്ഞാൽ ഈ 3 ഉത്തരവും നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ നോക്കി എഴുതാൻ പറ്റും. അപ്പോൾ നമ്മൾ ഓൾറെഡി ചെയ്തുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയത്. ഓക്കെ, അടുത്ത ചോദ്യം, ദ വോളിയം ഓഫ് എ ഫിക്സഡ് മാസ് ഓഫ് ഗ്യാസ് അറ്റ് 1 atm പ്രഷർ ഈസ് 10 ലിറ്റർ. വാട്ട് വിൽ ബി ഇറ്റ്സ് വോളിയം ഇഫ് ദ പ്രഷർ ഈസ് ഇൻക്രീസ്ഡ് ടു 5 atm? അപ്പോൾ എന്താണ്? പ്രഷർ തന്നിട്ടുണ്ട്. P1 എത്രയാണ്? 1 atm. V1 എത്രയാണ്? 10 ലിറ്റർ. അങ്ങനെയാണെങ്കിൽ പ്രഷർ എന്ന് പറയുന്നത് P2 എന്ന് പറയുന്നത് 5 atm ആക്കി കഴിഞ്ഞാൽ V2 എന്ന് പറയുന്നത് എത്രയായിരിക്കും? Pയും Vയും ബോയിൽസ് ലോ, P1 V1 P2 V2 അല്ലേ? 1 10 ലിറ്റർ, 1 5 ആയി അല്ലേ? അങ്ങനെയല്ലേ സംഭവിച്ചിരിക്കുന്നത് അല്ലേ? ഇവിടെ എന്ത് പറ്റി? 10 ലിറ്റർ ആയപ്പം പ്രഷർ 1 ആണെങ്കിൽ 5 ആകുമ്പോഴത്തേക്കും വോളിയം എന്ത് പറ്റും? കുറയും. ഇവിടെ എത്ര കിട്ടും? 5 ലിറ്റർ 5 അല്ലല്ലോ അല്ലേ? 10/2 ലിറ്റർ എന്ന് കിട്ടും. ഉത്തരം എത്ര കിട്ടും? 2 ലിറ്റർ എന്ന് കിട്ടും. P1 V1 is equal to P2 V2 വെച്ച് നിങ്ങൾ തന്നെ ഒന്ന് ചെയ്ത് നോക്കിയാൽ കിട്ടും. വോളിയം എത്ര കിട്ടും? 2 ലിറ്റർ എന്ന് കിട്ടും. ഏത് ലോയാണത്? അത് ബോയിൽസ് ലോയാണ്. ഏത് ലോയാണത്? അത് ബോയിൽസ് ലോയാണ്. ഓക്കെ, അതെന്താണ്? ബോയിൽസ് ലോയാണ്. ഓക്കെ, അടുത്ത ചോദ്യം, എ സാമ്പിൾ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടെയ്ൻസ് 3 × 6.022 × 10⁻³ മോളിക്യൂൾസ്. അതായത് ഈ സാമ്പിളിൽ എത്ര മോൾസ് ഉണ്ട്? 3 മോളുണ്ട്. എത്ര മോളുണ്ട്? 3 മോൾ ഉണ്ട്. ഫൈൻഡ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് അമോണിയ which contain as many molecules as that of the sample of carbon dioxide. Calculate the mass of ammonia. ഇപ്പോൾ ചോദിച്ചിട്ടുള്ള എന്താണ്? Find the number of moles of ammonia containing the same as many molecules as that of the sample of carbon dioxide. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാനുള്ള എന്താണ്? 3 മോള് എന്തുണ്ട് ഇവിടെ? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്.
ഈ 3 മോളിന് തുല്യമായിട്ട്, അല്ല അങ്ങനെയല്ല ചോദിച്ചിട്ടുള്ളത്, ഈ 3 × 10⁻23 നമ്പർ ഓഫ് മോൾസിന് തുല്യമായിട്ട് വരുന്ന അമോണിയയുടെ അളവ് എത്രയാണെന്ന് ചോദിച്ചാൽ അത് എത്രയാണ്? അത് 3 മോൾ അമോണിയ. 3 മോൾ അമോണിയ അല്ലേ? ഇവിടെ ഈ 3 × 6.0 എനി സബ്സ്റ്റൻസിൻ്റെ ഒരു മോളിൽ 6.022. അപ്പം 3 മോൾസ് 3 × 6.022 ഇൻറ്റു അമോണിയയുടെ 3 മോൾസിൽ എത്ര? അമോണിയയ്ക്കും ഇത്രയും തുല്യം വരണമെങ്കിൽ എത്ര വേണം? അമോണിയ 3 മോൾ എടുക്കണം. അപ്പോൾ 3 മോൾ അമോണിയാണ് എടുത്ത ഉത്തരം. കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് അമോണിയ, അമോണിയുടെ മാസ്. അപ്പോൾ 3 മോൾ അമോണിയയുടെ മാസ് കണ്ടുപിടിക്കണം. അപ്പം 3 മോൾ അമോണിയയുടെ മാസ് എന്ന് വെച്ചാൽ എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു മോളിക്കുലാർ മാസ്. ഗിവൺ മാസ് കണ്ടുപിടിക്കുന്ന പരിപാടി. നമ്പർ ഓഫ് മോൾസ് എത്ര? 3. മോളിക്കുലാർ മാസ് ഓഫ് അമോണിയ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? മോളിക്കുലാർ മാസ് ഓഫ് അമോണിയ NH3 അല്ലേ? അപ്പോൾ NH3 എന്ന് പറയുമ്പോൾ നൈട്രോജൻ എത്രയാണ്? 14. H3 എന്ന് പറയുമ്പോൾ 3. 14, 15, 16, 17. അപ്പം 3 × എത്ര വരും? 17 എന്ന് വരും. അപ്പോൾ 3 × 17 ആണ് അല്ലേ? 3 + 17 അല്ല 14. എന്ത് പറയണത് നോക്കിയോ? നമ്പർ ഓഫ് മോൾസ് 3. നമ്പർ ഓഫ് മോൾസ് 3. അതിന് മോളിക്കുലാർ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ എന്ത് കിട്ടുന്നത്? ഗിവൺ മാസ് കിട്ടുന്നത്. അപ്പോൾ മോളിക്കുലാർ മാസ് ഓഫ് അമോണിയ വേണം. മോളിക്കുലാർ മാസ് ഓഫ് അമോണിയ എന്ന് വെച്ചാൽ അമോണിയ എന്ന് വെച്ചാൽ NH3. അപ്പോൾ നൈട്രോജൻ്റെ എത്രയാണ്? 14 + 3 17. അപ്പോൾ 17. അപ്പോൾ ഗിവൺ മാസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ 17നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. 17 നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഞാനിവിടെ 17 കൊണ്ട് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും? ഇവിടെ 51 ഗ്രാം എന്ന് വരും. ഓക്കെ, എന്ന് വരും 51 ഗ്രാം എന്ന് വരും. ഓക്കെ, അപ്പോൾ ഉത്തരം എത്രയാണ്? 51 ഗ്രാമാണ് നമ്മുടെ ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത്. അടുത്ത് ഫൈൻഡ് ദ വോളിയം ഓഫ് ദ അമോണിയ അറ്റ് STP വിച്ച് കണ്ടെയ്ൻ ദ സെയിം നമ്പർ ഓഫ് മോൾസ് as that ഓഫ് ദ സാമ്പിൾ. വോളിയം കണ്ടുപിടിക്കാൻ 3 മോളല്ലേ ഉള്ളൂ. അപ്പോൾ വോളിയം എന്ന് വെച്ചാൽ എത്ര ആയിരിക്കും? ചോദിച്ചുള്ളത് എന്താണ്? ഫൈൻഡ് ദ വോളിയം ഓഫ് അമോണിയ. അമോണിയയുടെ വോളിയം കണ്ടുപിടിക്കണം അറ്റ് STP. ഏത് അമോണിയയുടെ? വിച്ച് കണ്ടെയ്ൻ ദ സെയിം നമ്പർ ഓഫ് മോൾസ് as that ഓഫ് ദ കാർബൺ ഡയോക്സൈഡ്. കാർബൺ ഡയോക്സൈഡിൻ്റെ അത്രയും മോൾസ് ഉള്ള അമോണിയ, അതായത് 3 മോൾ അമോണിയയുടെ വോളിയം എത്ര? 3 × 22.4 എന്ന് വരും. 67.2 ലിറ്റർ എന്ന് വരും. 67.2 ലിറ്റർ എന്ന് വരും. ഓക്കെ, അടുത്ത ചോദ്യം. എ സാമ്പിൾ ഓഫ് അമോണിയ ഹാസ് എ വോളിയം ഓഫ് 2240 ലിറ്റർ അറ്റ് STP. ഒറ്റയടി ക്ലാസ് കാണണമെന്നില്ല, വേണമെങ്കിൽ ബ്രേക്ക് എടുക്കാം കേട്ടോ. സാമ്പിൾ ഓഫ് അമോണിയയിൽ 224 ലിറ്റേഴ്സ് ഉണ്ട് STPയിൽ. ഓക്കെ, ഫൈൻഡ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് അമോണിയ ഇൻ ദ ഗിവൺ. നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണം. ഒരു മോളിൽ ഉള്ളത് 22.4 ആണെങ്കിൽ 2240 ലിറ്റേഴ്സ് ഉള്ളത് എത്ര മോളിൽ? എങ്ങനെ കണ്ടുപിടിക്കും? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. 2240 1 × 2240. ഇവിടെ ആണെങ്കിൽ 22.4 × x. അപ്പോൾ അതിൽ നിന്നും x എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? 2240 ഡിവൈഡഡ് ബൈ 22.4. മുകളിലൊരു 0 ഇട്ട് കൊടുത്തു. അപ്പോഴത്തേക്ക് ഇതങ്ങ് മാറി അല്ലേ? 224 × 224 പോയി 1 100 എന്ന് വന്നു. സോ 100 നമ്പർ ഓഫ് മോൾസ്. 100 ഉത്തരം. ഫൈൻഡ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് ഈക്വൽ ടു ദാറ്റ് ഓഫ് ദ സാമ്പിൾ അമോണിയ. ഫൈൻഡ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ്, അതായത് 100 മോൾസ് ഓഫ് CO2വിൽ എത്ര മോളിക്യൂൾ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100 × 6.022 × 10⁻23 മോളിക്യൂൾസ് കാണും അല്ലേ? എടാവും അല്ലേ? ചോദിച്ചിട്ടുള്ളത് എന്താണ്? ഫൈൻഡ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് ഈക്വൽ ടു ദാറ്റ് ഓഫ് സാമ്പിൾ ഓഫ് അമോണിയ. സാമ്പിൾ ഓഫ് അമോണിയയിലുള്ളത് 100 മോൾസ്. അങ്ങനെയാണെങ്കിൽ എത്ര മോളിക്യൂൾ ഉണ്ട്? 100 × 6.022. എന്നാൽ അതേ നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് എത്ര മോളിക്യൂൾ എന്ന് ചോദിച്ചാലും എത്ര തന്നെയാണ്? 100 × 6.022 10⁻23. അടുത്ത ഫൈൻഡ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് പ്രസന്റ് ഇൻ 396 grams ഓഫ് കാർബൺ ഡയോക്സൈഡ്. സെയിം. ഫൈൻഡ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് പ്രസന്റ് ഇൻ CO2 എത്രയുണ്ട്? 396 ഗ്രാം ഉണ്ട്. അതിലുള്ള നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണം. അപ്പോൾ ഗിവൺ മാസ് എത്ര? 396 ബൈ മോളിക്കുലർ മാസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 44. അപ്പോൾ ഈ 396/44 എന്ന് പറയുമ്പോൾ നമുക്ക് 9 മോൾസ് എന്ന് കിട്ടും. 9 മോൾസ്. അപ്പോൾ എന്ത് വന്നാലും നമ്മൾ പഠിച്ച ബേസിക് ഇക്വേഷൻസ് നമുക്ക് നന്നായിട്ട് അറിയാമെങ്കിൽ ഒരു പ്രയാസമില്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതൊക്കെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ചോദ്യം, ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ വോളിയം ആൻഡ് പ്രഷർ ഓഫ് എ ഫിക്സഡ് മാസ് ഓഫ് ഗ്യാസ് അറ്റ് എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ഈസ് ഗിവൺ റാൻഡംലി. ഇത് മോഡൽ ചോദ്യ പേപ്പറിൻ്റെ ഒന്നാമത്തെ ചോദ്യം. നമ്മൾ ഓൾറെഡി ആൻസർ ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ വീഡിയോസ് കിടപ്പുണ്ട്. അപ്പോൾ അറിയാമല്ലോ എന്താണ്? നമുക്കറിയാം പ്രഷറും വോളിയവും ആണ്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എന്താണ്? P1 V1 എന്ന് പറയുന്നത് എപ്പോഴും എന്തിന് ഈക്വൽ ആയിരിക്കണം? P2 V2 ഈക്വൽ ആയിരിക്കണം. അത് എന്തിന് ഈക്വൽ ആയിരിക്കണം? P3 V3 ഈക്വൽ ആയിരിക്കണം. അതാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ അതങ്ങനെ വരുന്ന കേസ് നോക്കിയാൽ മതി. അപ്പോൾ പ്രഷർ എന്ന് പറയുന്നത് കൂടുമ്പോൾ വോളിയം ഏറ്റവും എന്ത് ചെയ്യണം? കുറയണം.
അപ്പോൾ 8 അറ്റ്മോസ്ഫിയറിന് വേണ്ട വോളിയം എന്ന് പറയുന്നത് 2 ആകാം, അല്ലെങ്കിൽ 3 ആകാം. അപ്പോൾ 8 ആണെങ്കിൽ 2 ആകുമ്പോൾ എത്രയാണ്? 16 ആണ്. അപ്പോൾ P × V എന്ന് പറയുന്നത് 16 ഇസ് ഈക്വൽ ടു, രണ്ടാമത്തെ നോക്കിയേ, 2 അറ്റ്മോസ്ഫിയർ എന്ന് പറയുമ്പോൾ ഏറ്റവും കുറവ് പ്രഷർ, അപ്പോൾ വോളിയം ഏറ്റവും കൂടുതലായിരിക്കണം 12. 12 × 2 എത്രയാണ്? 24. അടുത്ത് പിന്നെ ഉള്ള ഓപ്ഷൻസ് എത്രയാണ്? 6 മാത്രമേ ഉള്ളൂ. ഒരു 4 2 4 3 16 അല്ലേ? 24. അപ്പോൾ ഈ 16 മാത്രമാണ് മിസ്റ്റേക്ക്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? നമുക്കപ്പോൾ ഈ 8നെ 3 കണക്ട് ചെയ്യാം. 8 × 3 24. അപ്പോൾ എയുടെ ഉത്തരം 3, 2ൻ്റെ ഉത്തരം എന്ന് പറയുന്നത് 12, 4ൻ്റെ ഉത്തരം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 6 ആയിരിക്കും. ഇതാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഡി ആണ് നമ്മുടെ കറക്റ്റ് ഉത്തരം. ഈ ലോജിക്കിലാണ് ഇത് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അടുത്ത ചോദ്യം. ലോങ് ക്ലാസ് എടുക്കുമ്പോഴുള്ള കുഴപ്പം ഇതാണ്, സൗണ്ട്. അറ്റ് 180 m പ്രഷർ ആൻഡ് 273 Kelvin 320 grams ഓഫ് SO2 ഹാസ് എ വോളിയം ഓഫ് 112 liters. അതായത് SO2 എത്രയുണ്ട്? 320 gram ഉണ്ട്. അപ്പോൾ ഗിവൺ മാസ് എന്ന് വെച്ചാൽ ഇതാണല്ലോ ഗിവൺ മാസ്. അതിൻ്റെ നമ്പർ ഓഫ് ആൻഡ് വോളിയം എന്ന് പറഞ്ഞാൽ 112 ലിറ്റർ ആണ്. ആയിക്കോട്ടെ. വാട്ട് ഈസ് ദ വോളിയം ഓഫ് 10 grams ഓഫ് ഹൈഡ്രജൻ അണ്ടർ ദ സെയിം പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ? അപ്പോൾ ആലോചിച്ച് നോക്കിയേ, സെയിം പ്രഷറും ടെമ്പറേച്ചറും വരികയാണെങ്കിൽ, സെയിം പ്രഷറും ടെമ്പറേച്ചറും വരുന്നതാണെങ്കിൽ ഏത് ഗ്യാസ് ആയാലും അത് ഒക്കുപ്പൈ ചെയ്യുന്നത് സെയിം വോളിയം ആണെന്നല്ല അവഗാഡ്രോ പറഞ്ഞത്. അപ്പോൾ എയുടെ ഉത്തരവ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? സെയിം ടെമ്പറേച്ചറിലും പ്രഷറിലും, അതായത് ഇത് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ, ഇത് ഒന്നും ഇതുമില്ല. അപ്പോൾ ഇത് STP അല്ലേ? അപ്പോൾ STPയിൽ 320 gram SO2 ഇരിക്കുന്ന 112 ലിറ്റർ വോളിയത്തിലാണെങ്കിൽ 320 അല്ലെങ്കിൽ 112 അല്ലേ? വാട്ട് ഈസ് ദ വോളിയം ഓഫ് 10 grams ഓഫ് H2 അണ്ടർ ദ സെയിം പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ? അപ്പോൾ സെയിം ടെമ്പറേച്ചറും പ്രഷറിലും ആണെങ്കിൽ ഈക്വൽ വോളിയം ഓഫ് ഓൾ ദ ഗ്യാസസ് ഓക്കുപ്പൈസ് ഈക്വൽ വോളിയം എന്നാണ്. അപ്പോൾ ഒരു ATM പ്രഷറിലും 273 Kelvinലും SO2 ഇരിക്കുന്നത് 112 ലിറ്ററിലാണെങ്കിൽ അതേ ടെമ്പറേച്ചറിലും പ്രഷറിലും H2 ഇരിക്കുന്നത് എത്ര തന്നെ ആയിരിക്കും? 112 ലിറ്റർ തന്നെ ആയിരിക്കും. അവിടെ ഈ 10 ഗ്രാമിലും 320 ഗ്രാമിലും പ്രസക്തിയില്ല, അക്കോർഡിംഗ് ടു അവഗാഡ്രോസ് ലോ. സ്റ്റേറ്റ് ദ ലോ റിലേറ്റഡ് ടു ദി സിറ്റുവേഷൻ. ഏതാണ്? അവഗാഡ്രോസ് ലോ. ഏതായിരിക്കും? അവഗാഡ്രോസ് ലോ ആയിരിക്കും. ഏതായിരിക്കും? അവഗാഡ്രോസ് ലോ ആയിരിക്കും. ഓക്കെ, ഇനി വേണമെങ്കിൽ നമുക്കിത് ചെയ്തും കണ്ടുപിടിക്കാം. എങ്ങനെ ചെയ്ത് കണ്ടുപിടിക്കാം? നോക്കിയേ, 112. ഓക്കെ, വേറെ എന്താ തന്നിട്ടുള്ളത് ഇവിടെ? ഓക്കെ, H2 തന്നിട്ടുണ്ട് അല്ലേ? 320 gram SO2 ഒക്കുപ്പൈ ചെയ്യുന്ന വോളിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ 112 ലിറ്ററാണ്. 112 ലിറ്ററാണ് എന്ന് വെച്ചാൽ 112 ഡിവൈഡഡ് ബൈ 22.4 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 5 മോൾ എന്ന് കിട്ടും. എത്ര കിട്ടും? 5 മോൾ എന്ന് കിട്ടും അല്ലേ? എത്ര കിട്ടും? 5 മോൾ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ 5 മോള് കിട്ടി. അപ്പോൾ 5 മോൾ ഓഫ് H2 അത് തന്നെ ആയിരിക്കുമല്ലോ ഓക്കുപ്പൈ ചെയ്യുന്നത്. അത് ഓക്കുപ്പൈ ചെയ്യുന്നത് എത്രയായിരിക്കും? 5 × 22.4, അതും എത്ര തന്നെയായിരിക്കും? 112 ലിറ്റർ തന്നെ ആയിരിക്കും. എത്ര തന്നെയായിരിക്കും? 112 ലിറ്റർ തന്നെ ആയിരിക്കും. സോ എങ്ങനെ നോക്കിയാലും അത് എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. ഓക്കെ, എങ്ങനെ നോക്കിയാലും അത് എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. ഓക്കെ, ശരി. അടുത്ത ചോദ്യം, 16ാമത്തെ ചോദ്യം. Analyze the chemical equation given below and answer the questions. 2SO2 plus O2 gives 2SO3 എന്നാണ് പറയുന്നത്. ഓക്കെ, ഹൗ മെനി മോൾസ് ഓഫ് SO3 will be formed if 2 moles of sulfur dioxide completely react with 1 mole of oxygen? ഇതിൻ്റെ അർത്ഥം എന്താടാ? നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? 2 മോള് SO2 അഥവാ സൾഫർ ഡയോക്സൈഡ് റിയാക്ട് ചെയ്യുന്നു 1 മോള് ഓക്സിജനോട്, നമുക്ക് കിട്ടുന്നു 2 മോള് SO3. ചോദിച്ചിട്ടുള്ള എന്താണ്? ഹൗ മെനി മോൾസ് ഓഫ് SO3, എത്ര SO3 ഉണ്ടാകും ഇഫ് 2 മോൾസ് ഓഫ് സൾഫർ ഡയോക്സൈഡ് കംപ്ലീറ്റ്ലി റിയാക്ട് വിത്ത് 1 മോൾ? എത്ര കിട്ടും? അവിടെ എഴുതി വെച്ചേക്കല്ലേ. എത്രയാണ്? 2 മോള്. ഡയറക്റ്റ് ചോദ്യം. ബി, ഹൗ മെനി മോളിക്യൂൾസ് ഓഫ് ഓക്സിജൻ ആർ ടു ബി റിയാക്റ്റഡ് വിത്ത് സൾഫർ ഡയോക്സൈഡ് ടു ഒബ്റ്റെയിൻ 20 മോൾസ് ഓഫ് സൾഫർ ഡയോക്സൈഡ്? അപ്പോൾ നമുക്കറിയാം എന്താണ്? ഹൗ മെനി മോൾസ് ഓഫ് ഓക്സിജൻ, എത്ര ഓക്സിജൻ റിയാക്ട് ചെയ്യുന്നു എത്ര സൾഫർ ഡയോക്സൈഡിനോട്, എത്ര കിട്ടാൻ? 20 മോള് കിട്ടാൻ. നമുക്കറിയാം 2 മോള് റിയാക്ട് ചെയ്യുന്നു 1 മോളിനോട്, നമുക്ക് എത്ര കിട്ടും?
2 മോള് പ്രോഡക്റ്റ് കിട്ടും. അതതിൻ്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ 20 മോള് കിട്ടാനായിട്ട് എത്ര ഓക്സിജൻ വേണ്ടി വരും? ഇതിൻ്റെ നേർ പകുതി 10 മതിയാവും അല്ലേ? 10 മതിയാവും. സോ ബിയുടെ ഉത്തരം എത്രയാണ്? 10. അപ്പോൾ ഹൗ മെനി എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമുക്ക് മോൾസേ കിട്ടിയുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 10 × 6.022 × 10⁻23 മോളിക്യൂൾസ് വേണമെന്ന് എഴുതാം. അടുത്ത, വാട്ട് ഈസ് ദ വോളിയം ഓഫ് സൾഫർ ഡയോക്സൈഡ് ഗ്യാസ് റിക്വയർഡ് ടു ഒബ്റ്റെയിൻ 224 liters of SO3 at STP? അപ്പോൾ നമുക്ക് നോക്കാം. 224 liter ഓഫ് SO3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 224/22.4 എന്ന് പറയുമ്പോൾ എത്രയാണ്? 10 മോൾ എന്നാണ്. അപ്പോൾ ഇവിടെ എത്ര മോളുണ്ട്? 10 മോള് SO3 ആണുള്ളത്. ചോദിച്ചിട്ടുള്ളത് എന്താണ്? വാട്ട് ഈസ് ദ വോളിയം ഓഫ് സൾഫർ ഡയോക്സൈഡ്? ഓക്കെ, അപ്പോൾ നമുക്കറിയാം 2 മോള് സൾഫർ ഡയോക്സൈഡ് റിയാക്ട് ചെയ്താൽ നമുക്ക് 2 മോള് സൾഫർ ട്രയോക്സൈഡ് കിട്ടും. ഈ ഈക്വേഷൻ അനുസരിച്ച്. അങ്ങനെയാണെങ്കിൽ 10 മോള് സൾഫർ ട്രയോക്സൈഡ് കിട്ടാനായിട്ട് എത്ര മോള് സൾഫർ ഡയോക്സൈഡ് വേണമെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? 10 മോള് തന്നെ വേണമെന്ന് പറയും. 10 മോളിൽ എത്ര വോളിയം ഉണ്ട്? 10 × 22.4 224 ലിറ്റർ ആണ്. അപ്പോൾ സിയുടെ ഉത്തരം എന്ന് പറയുന്നത് എത്രയാണ്? 224 ലിറ്റർ ആണ് നമ്മുടെ കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത്. എത്രയാണ്? 224 ലിറ്റർ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് വർക്കൗട്ട് ചെയ്യാനായിട്ട് പോയത്. അപ്പോൾ അത്യാവശ്യം നമുക്ക് ഇതുവരെ ചോദിച്ചിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിനോടകം തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങളുടെ ജോലിയാണ് പ്രാക്ടീസ് ചെയ്യുക, മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. എത്രത്തോളം ചോദ്യങ്ങൾ കിട്ടുമോ അത്രയും എന്ത് ചെയ്യുക? പ്രാക്ടീസ് ചെയ്യുക. സോ എല്ലാവരും നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യും, പഠിക്കുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ടോപ്പിക്കായിട്ട് കാണാം.